വെൽക്കം ബാക്ക്. ഇന്ന് കേരള PSCയുടെ സിലബസിൽ പറയുന്ന കമ്പ്യൂട്ടർ ടോപ്പിക്കിൽ മുഴുവൻ ടോപ്പിക്സും ബേസ് ചെയ്തിട്ടുള്ള PYQസും കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ആണ്. 250 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രധാനമായും PSC പറയുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ഇത് റിലേറ്റ് ചെയ്ത ക്ലാസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ PYQസും MCQസും മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഈ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം കുറച്ച് PYQs ആണ്. 2024-ലും 2025 ആദ്യം സമയങ്ങളിലും PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കിയേ, സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ഇതിലേതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം? വിൻഡോസ് ആണ്. അപ്പോൾ നമുക്കറിയാം, സോഫ്റ്റ്വെയറിനെ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നതിന് ഈ ഒരു സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഈ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ സിസ്റ്റത്തിന് റൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് ഉദാഹരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ? അപ്പൊ വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. സിസ്റ്റം റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് എന്ത്? സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പൊ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് എക്സാമ്പിൾ എന്താണ്? MS വേർഡ്, പവർ പോയിന്റ്, പിന്നെ ഫോട്ടോഷോപ്പ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഇവിടെ കാണുന്നുണ്ട്. MS SQL, MS വേർഡ്, VLC പ്ലെയർ, ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കാമല്ലോ. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കിയേ, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉണ്ടാക്കുന്നു. അതിനാണല്ലോ ഈ ഗവേണൻസ് കൊണ്ടുവന്നത്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു, അതും ശരിയാണ് അല്ലെ? ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. കാരണം നമുക്ക് ഈ ഗവേണൻസ് വഴി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷൻ റോങ് ആണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? രണ്ട് വ്യത്യസ്തമായ നെറ്റ്വർക്കുകളെ തമ്മിലാണ് ബന്ധിപ്പിക്കാനുള്ളത്. അതിനെ എന്ത് പറയും? ഗേറ്റ് വേ എന്ന് പറയും. ഗേറ്റ് വേ. നെക്സ്റ്റ് നോക്കിയേ, വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഒരു ഉദാഹരണം ഏതാണ്? ഇതിലേതാണ് വെബ് പേജ്? കമ്പ്യൂട്ടർ വെബ് പേജ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളത് HTML ആണ്. HTML ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTMLന്റെ ഫുൾ ഫോം. അപ്പൊ വെബ് പേജ്, കമ്പ്യൂട്ടറിൽ നമുക്കറിയാം വെബ്സൈറ്റ് ഉണ്ട് അല്ലെ? വെബ്സൈറ്റിലുള്ള പേജസിനെയാണ് നമ്മൾ വെബ് പേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വെബ്സൈറ്റിലുള്ള ഫസ്റ്റ് പേജിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് എടുക്കുന്ന പേജിനെ എന്ത് പറയും? ഹോം പേജ് അല്ലെങ്കിൽ ഇൻഡെക്സ് പേജ് എന്ന് പറയും. ഹോം പേജ് ഓർ ഇൻഡെക്സ് പേജ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് HTML എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളതും ശരിയല്ലാത്തതും നോക്കാം. ഒരു നെറ്റ്വർക്കിലേക്കുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ എന്ത് ഉപയോഗിക്കുന്നു? ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ശരിയാണ്. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. അത് ശരിയാണ്. അതുകൊണ്ടാണല്ലോ അതിനെ ഹബ് എന്ന് പറയുന്നത്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. ഇതും ശരിയാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, ചേരുംപടി ചേർക്കുക. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കണം നോക്കാം. ഫസ്റ്റ് നോക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ഏതാണ്? ഇവിടെ ഫയർഫോക്സ് ഉണ്ട്, പ്ലോട്ടർ, ആൻഡ്രോയിഡ്, ജോയ്സ്റ്റിക് ഉണ്ട്. നമുക്കറിയാം ജോയ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാനുള്ള ഒരു ഉപകരണമാണ് അല്ലെ? ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പ്ലോട്ടർ, ഫയർഫോക്സ് എന്ന് പറയുന്നത് നമുക്കൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ഏതാണ്?
ആൻഡ്രോയിഡ് ആണ്. അപ്പൊ 1 എന്താണ് 3 2 നോക്കിയേ ബ്രൗസർ. ഇതിൽ ബ്രൗസർ ഏതായിട്ട് വരും? ഫയർഫോക്സ് അല്ലേ? നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കും പോലെ ഫയർഫോക്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ 2 ഇവിടെ എന്താണ് 1 ആണ്. മൂന്നാമത്തെ നോക്കിയേ ഇൻപുട്ട് ഡിവൈസ്. ഇതിൽ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ഏതാണ്? ജോയ്സ്റ്റിക് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ? ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈസ് തീർച്ചയായും പ്ലോട്ടർ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എം സേവനം. അപ്പൊ എം സേവനം എന്താണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എം സേവനം. നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത് ആണ് കേട്ടോ. ഐരാവത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ. നെക്സ്റ്റ് VDUവിന്റെ പൂർണ്ണരൂപം എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് VDU. VDU എന്ന് പറഞ്ഞാൽ എന്താണ്? മോണിറ്റർ അല്ലെ? മോണിറ്ററിനെ VDU എന്ന് നമുക്ക് പറയാം. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ഓക്കെ CRTയുടെ പൂർണ്ണരൂപം എന്താണ്? CRT എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ട്യൂബ്. ഓക്കെ CRT എന്ന് പറഞ്ഞാൽ എന്താണ്? കാഥോഡ് റേ ട്യൂബ്. അടുത്ത് LCDയുടെ പൂർണ്ണരൂപം എന്താണ്? LCD എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. LCD എന്ന് പറഞ്ഞാൽ. LED പൂർണ്ണരൂപം എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. അപ്പൊ LCDയും പഠിച്ചു, LED പഠിച്ചു. LCD എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. LED ആണെങ്കിലോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏത്? ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തതാണ് ചോദിക്കുന്നത്. നോക്കി ഇവിടെ ടച്ച് സ്ക്രീൻ, കീബോർഡ്, ലൈറ്റ് പെൻ ഒക്കെ ഇൻപുട്ട് ഡിവൈസ് ആണ്. മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പൊ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ഇവിടെ മോണിറ്റർ ആണ്. നമുക്കറിയാം നമ്മൾ ടച്ച് സ്ക്രീനിലൂടെ ടച്ച് ചെയ്യുമ്പോൾ ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. കീബോർഡിലൂടെ കീ പ്രസ് ചെയ്ത് ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. ലൈറ്റ് പെന്നിലൂടെ നമ്മൾ പെൻ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. മോണിറ്റർ മാത്രമാണ് ഇതിൽ ഔട്ട്പുട്ട് ഡിവൈസ്. ഇനി ലിനക്സ് എന്താണ്? ലിനക്സിയുടെ ഓപ്ഷൻസ് ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സിസ്റ്റം സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ. മുകളിൽ പറഞ്ഞതെല്ലാം ലിനക്സ് എന്താണ്? നമുക്കറിയാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലെ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ്. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ ഇനി വിൻഡോസിനെ പോലെ തന്നെ ലിനക്സ്, യൂണിക്സ്, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ PYQയിൽ കണ്ടു. ആൻഡ്രോയിഡ് ഇതൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ലിനക്സ് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഗെയിം കളിക്കാനുള്ള ഒരു ഉപകരണം ഏതാണ്? നമ്മൾ മുമ്പ് ഓപ്ഷനിൽ ഇത് കണ്ടു. ആ ഓപ്ഷനാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ ഗെയിം കളിക്കാനുള്ള ഉപകരണം ഏതാണ്? ജോയ്സ്റ്റിക് ആണ്. ജോയ്സ്റ്റിക്. ഇനി USB-യുടെ പൂർണ്ണരൂപം എന്താണ്? USB-യുടെ പൂർണ്ണരൂപം യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നുള്ളതാണ്. യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നുള്ളതാണ് USB-യുടെ പൂർണ്ണരൂപം. നെക്സ്റ്റ് നോക്കിയാൽ 1 nibble ഈസ് ഈക്വൽ ടു. 1 nibble എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 8 ബിറ്റിനെയാണ് നമ്മൾ ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. 8 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈറ്റ്. ഇനി 8 ബിറ്റിന്റെ ഹാഫ് 4 ബിറ്റിന് നമ്മൾ എന്ത് പറയും? 1 nibble എന്ന് പറയും. ഓക്കെ അപ്പൊ 8 ബിറ്റ് ആണ് ഒരു ബൈറ്റ്. അതിന്റെ പകുതി 4 ബിറ്റിന് നമ്മൾ എന്ത് പറയും? 1 nibble എന്ന് പറയും. നെക്സ്റ്റ് ഓക്കെ താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ഇതിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? പ്രിന്റർ ആണ്. പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ജോയ്സ്റ്റിക്, ട്രാക്ക് ബോൾ, OMR ഓർത്തോളെ ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഇതിൽ ഔട്ട്പുട്ട് ഡിവൈസ് പ്രിന്റർ മാത്രമാണ്. നെക്സ്റ്റ് നോക്കിയേ കീബോർഡിന് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? കീബോർഡിന് രൂപകൽപ്പന ചെയ്തത് ക്രിസ്റ്റഫർ ഷോൾഡ് ആണ് കേട്ടോ. കീബോർഡിന് രൂപകൽപ്പന ചെയ്തത് ക്രിസ്റ്റഫർ ഷോൾഡ് ആണ്. കീബോർഡിലെ ആകെ കീകളുടെ എണ്ണം എത്രയാണ്? 104 കീകളാണ് കീബോർഡിൽ ആകെയുള്ളത്. അപ്പോൾ കീബോർഡിലെ ആകെ കീകളുടെ എണ്ണം 104 ആണ്. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്രയാണ്? ഫംഗ്ഷൻ കീസ് 12 ഫംഗ്ഷൻ കീ ആണ്. നമ്മൾ കീബോർഡിലെ ഏറ്റവും ആദ്യത്തെ റോയിലെ ലെറ്റേഴ്സ് നോക്കുമ്പോൾ കീസ് നോക്കുമ്പോൾ നമുക്കറിയാം
12 ഫംഗ്ഷൻ കീസ് ഉണ്ടാവും. അപ്പോൾ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്രയാണ്? 12 ഫംഗ്ഷൻ കീ ആണ്. ടോട്ടൽ 104 കീസ് ആണ് കീബോർഡിലുള്ളത്. അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഔട്ട്പുട്ട് യൂണിറ്റിന് ഉദാഹരണം അല്ലാത്തത്. ഔട്ട്പുട്ട് യൂണിറ്റിന് ഉദാഹരണം അല്ലാത്തത് ഇതിലേതാണ്? സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ? അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണം അല്ലാത്തതാണ്. VDU, CRT, LED ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലെ? VDU എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ഫോം നേരത്തെ പഠിച്ചു, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. CRTയുടെ ഫുൾ ഫോം പഠിച്ചു, കാഥോഡ് റേ ട്യൂബ് ആണ്. LED ഫുൾ ഫോം പഠിച്ചു, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. സ്കാനർ എന്താണ്? നമ്മൾ സ്കാൻ ചെയ്ത് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിന് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, കമ്പ്യൂട്ടറിലെ മൗസിന്റെ യൂണിറ്റിന് എന്ത് പറയും? നമുക്കറിയാം, നമ്മൾ കിലോമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ കമ്പ്യൂട്ടർ മൗസിന്റെ സ്പീഡിന് ഒരു യൂണിറ്റ് ഉണ്ട്. അതിന് എന്ത് പറയും? മിക്കീസ് പെർ സെക്കൻഡ് എന്ന് പറയും. CRTയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണിത്. ഇപ്പൊ മിക്കീസ് പെർ സെക്കൻഡ് എന്നാണ് കമ്പ്യൂട്ടറിലെ മൗസിന്റെ യൂണിറ്റിനെ പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ VDUവിന് ഉദാഹരണം ഏതാണ്? VDUവിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു, വീണ്ടും പറയാം, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് VDUവിന്റെ എക്സ്പാൻഷൻ. അപ്പൊ VDUവിന്റെ എക്സാമ്പിൾ ഏതാണ്? മോണിറ്റർ ആണ്. നമുക്ക് ഡിസ്പ്ലേ കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഇതിൽ ഏതാണ്? മോണിറ്റർ ആണ്. അപ്പൊ ഇതില് VDUവിന്റെ ഉദാഹരണം ഏതാണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാത്തതിൽ ഏതാണ്? OMR ആണ് അല്ലെ? OMR എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. TFT, 3D മോണിറ്റർ, CRT ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇതില് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ളത് OMR മാത്രമാണ്. അടുത്ത് നോക്കിയേ, താഴെ തന്നിരിക്കുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഏതാണ്? നോൺ ഇമ്പാക്ട് പ്രിന്റർ ഇതിൽ ഏതാണ്? ലേസർ പ്രിന്റർ ആണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത, പ്രിന്ററിന്റെ സ്പീഡ് അളക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, മിക്കി സെക്കൻഡ്സ് കൊണ്ടാണ് അല്ലെ? മിക്കി സെക്കൻഡ്സ് കൊണ്ടാണ് പ്രിന്ററിന്റെ സ്പീഡ് അളക്കുന്നത്. അടുത്ത്, പഞ്ച് കാർഡ്സ് എന്താണ്? പഞ്ച് കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രിന്റർ ആണ് കേട്ടോ. ആദ്യകാലത്തുള്ള പ്രിന്റർ നമ്മൾ പറയുന്നതാണ് പഞ്ച് കാർഡ്സ് അല്ലെങ്കിൽ പഞ്ച് കാർഡ്സ് എന്നുള്ളത്. ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് പെൻ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസ് ആണ്. സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്നതിന് എന്ത് പറയും? സ്ക്രീനിൽ നേരിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ലൈറ്റ് പെൻ എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേരിൽ കൂടെ പറയും, സ്റ്റൈലസ് പെൻ എന്നും പറയും. സ്റ്റൈലസ് പെൻ. ഓക്കെ, ഇപ്പൊ സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെന്നാണ് എന്ത്? ലൈറ്റ് പെൻ അല്ലെങ്കിൽ സ്റ്റൈലസ് പെൻ. താഴെ പറയുന്നവയിൽ കൈകൾക്ക് പകരം പേനയായി ടച്ച് സ്ക്രീനിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, സ്റ്റൈലസ് അല്ലെങ്കിൽ സ്റ്റൈലസ് പെൻ എന്ന് പറയും. ഓക്കെ, കൈകൾക്ക് പകരം പേനയായി നമ്മൾ ഈ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ വരയ്ക്കുന്നത് ഈ പെന്നുകൊണ്ടാണ്, സ്റ്റൈലസ് പെന്നുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ കൈകൾക്ക് പകരം ടച്ച് സ്ക്രീനിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഇതില് സ്റ്റൈലസ് പെന്നാണ്. താഴെ പറയുന്നതിൽ ജോയ്സ്റ്റിക്കിന്റെ ഒരു ഉപയോഗമല്ലാത്തത് എന്താണ്? ജോയ്സ്റ്റിക്ക് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കും? വീഡിയോ ഗെയിം കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കും, റോബോട്ട് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കും, ട്രെയിനിങ് സിമുലേഷൻ ഉപയോഗിക്കും. വേർഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കില്ല. അപ്പൊ ജോയ്സ്റ്റിക്കിന്റെ ഉദാഹരണം അല്ലാത്തത്, ഉപയോഗമല്ലാത്തത് ഏതാണ്? ടൈപ്പിംഗ് ഇൻ വേർഡ് എന്നുള്ളതാണ്. അടുത്ത്, ഫ്ലാറ്റ് ബെഡ്, ഷീറ്റ് ഫീഡ്, ഹാൻഡ് ഹെൽഡ് ഇവയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവയൊക്കെ സ്കാനറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്കാനറിന്റെ ടൈപ്പാണ് ഫ്ലാറ്റ് ബെഡ്, ഷീറ്റ് ഫീഡ്, ഹാൻഡ് ഹെൽഡ് എന്നൊക്കെയുള്ളത്. നെക്സ്റ്റ് നോക്കിയേ, റാം റോം ഇത് ഏത് തരം മെമ്മറിയാണ്? റാമും റോമും പ്രൈമറി മെമ്മറിയാണ്. നമ്മൾ മെമ്മറി പഠിച്ചപ്പോൾ പഠിച്ചു, മെമ്മറി നമുക്ക് എത്ര രീതി ക്ലാസിഫൈ ചെയ്യാം? മെമ്മറിയെ നമുക്ക് പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇതിന് പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ കറണ്ട് ഡേറ്റാസും ഇൻഫർമേഷൻസും ഒക്കെ സേവ് ചെയ്യുന്നത് എന്താണ്? പ്രൈമറി മെമ്മറിയിലാണ്. സെക്കൻഡറി മെമ്മറി ഫ്യൂച്ചറിലേക്ക് ആവശ്യമായി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്ന ടൈപ്പ് മെമ്മറീസ് ആണ് സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ റാം, റോം, രജിസ്റ്റേഴ്സ് ഒക്കെ, അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി ഒക്കെ പ്രൈമറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറി ആണെങ്കിലോ ഇപ്പോൾ CD, ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ് ഒക്കെ എന്താണ്? സെക്കൻഡറി മെമ്മറിയാണ്. ഈ പെൻ ഡ്രൈവിനെയൊക്കെ നമ്മൾ മറ്റൊരു പേര് ഇപ്പോൾ ഫ്ലാഷ് മെമ്മറി എന്നും പറയും. അതും ചോദിച്ചിട്ടുള്ളതാണ് മുമ്പ്. അപ്പോൾ റാമോ റോമോ എന്ത് ടൈപ്പ് മെമ്മറിയാണ്? പ്രൈമറി മെമ്മറിയാണ്. നെക്സ്റ്റ്, കമ്പ്യൂട്ടറിൽ ബൂട്ട് ചെയ്യുന്ന ഫയലുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്? എന്താണ് ബൂട്ട് എന്ന് പറഞ്ഞാൽ?
കമ്പ്യൂട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുത്ത് ലോഡാവും. അപ്പോൾ പഴയ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ കുറേ സമയം എടുത്ത് ലോഡാവുള്ളൂ. പുതിയ കമ്പ്യൂട്ടർ പെട്ടെന്ന് തന്നെ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ലോഡ് ആവുന്നത് കമ്പ്യൂട്ടർ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവസ്ഥയിലോട്ട് ഡേറ്റാസ് എല്ലാം ലോഡായി വരികയാണ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ബൂട്ട് ചെയ്യാന്ന് പറയും, ബൂട്ടിംഗ് എന്ന് പറയും. ഓക്കെ, വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ് കമ്പ്യൂട്ടർ, അതിനെ ബൂട്ടിംഗ് എന്ന് പറയും. അപ്പൊ ബൂട്ട് ചെയ്യാൻ, കമ്പ്യൂട്ടറിനെ കൊണ്ട് ബൂട്ട് ചെയ്യാനും ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓൺ ചെയ്യുന്ന സമയത്ത് ബൂട്ട് ചെയ്യണമെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ബൂട്ടിംഗ് ചെയ്യാനുള്ള ഫയലുകൾ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? റോമിലാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, PYQ ആണ്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ ബൂട്ടിംഗ് ചെയ്യാനുള്ള ഫയലുകൾ റോമിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. റോം. ഓക്കെ, റോം എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറി ആണ് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. തെറ്റായതാണ് ഇതിൽ നിന്ന് കാണേണ്ടത്. തെറ്റായത് ഏതാണ്? വൈദ്യുതി പോയാൽ മെയിൻ മെമ്മറിയിലെ ഡേറ്റ നഷ്ടമാകും. അത് ശരിയാണ്. മെയിൻ മെമ്മറിയിലേക്ക് സെക്കൻഡറി മെമ്മറിയേക്കാൾ സ്പീഡുണ്ട്. ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് രജിസ്റ്ററിനാണ്. ഇതെല്ലാം ഇവിടെ ശരിയാണ്. നമുക്ക് തെറ്റായതാണ് കാണേണ്ടത്, പക്ഷെ എല്ലാം ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസറായി വരുന്നത്. അപ്പൊ മെയിൻ മെമ്മറി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റ ഓക്കെയാണ്, പക്ഷെ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ സേവ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? നഷ്ടമായി പോകും. ഓക്കെ, ഇനി പക്ഷെ സെക്കൻഡറി മെമ്മറി നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ സെക്കൻഡറി മെമ്മറിയേക്കാൾ മെയിൻ മെമ്മറിക്കാണ് സ്പീഡ് കൂടുതൽ. അതുപോലെ തന്നെ ഈ പ്രൈമറി മെമ്മറീസിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് ഏതിനാണ്? രജിസ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത്. അടുത്ത് നോക്കി, റാം എന്ന് പറഞ്ഞാൽ എന്താണ്? റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറിയാണ് റാം എന്ന് പറഞ്ഞാൽ. അപ്പൊ റോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇച്ചിരി നേരത്തെ പറഞ്ഞുള്ളൂ. റോം എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ് അല്ലേ? റീഡ് ഓൺലി മെമ്മറിയാണ് നമ്മൾ റോം എന്ന് പറയുന്നത്. ഇനി റാമിന്റെ സവിശേഷതകൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് റാമിന്റെ സവിശേഷതകൾ? വോളറ്റൈലാണ്, ടെമ്പററി ആണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് പോയി കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം നഷ്ടമായി പോകും. ഇത് പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. ഈ രണ്ട് പ്രത്യേകതകളാണ് എന്തിനുള്ളത്? റാമിനുള്ളത്. അടുത്ത് നോക്കിയേ, താഴെ തന്നിരിക്കുന്നവയിൽ നോൺ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? നമ്മൾ പറഞ്ഞു റാം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളറ്റൈൽ ആണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനന്റ് അല്ല, കറണ്ട് പോയി കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം നഷ്ടമായി പോകും. അതിനെയാണ് വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ വോളറ്റൈൽ അല്ലാത്തതിന് നമുക്ക് എന്ത് പറയാം? നോൺ വോളറ്റൈൽ എന്ന് പറയാം. അപ്പൊ നോൺ വോളറ്റൈൽ മെമ്മറീസ് ഉദാഹരണം എന്തൊക്കെയാണ്? റോം ആണ് നോൺ വോളറ്റൈൽ. നമ്മൾ പ്രൈമറി മെമ്മറിയിൽ രണ്ട് ടൈപ്പ് മെയിൻ ആയിട്ട് പറഞ്ഞു. ഏതൊക്കെയാണ്? റാം എന്നും റോം എന്നും പറഞ്ഞു. ഇതിൽ റാമിന്റെ പ്രത്യേകത എന്താണ്? വോളറ്റൈൽ ആണ്. വോളറ്റൈൽ ആണ്. റോം ആണെങ്കിലോ നോൺ വോളറ്റൈൽ ആണ്. ഓക്കെ, നെക്സ്റ്റ്, മെമ്മറി യൂണിറ്റുകളിൽ ഏറ്റവും സ്പീഡ് കുറഞ്ഞത് ഏതാണ്? ഏറ്റവും സ്പീഡ് കുറഞ്ഞത് ഏതാണ്? മെമ്മറി യൂണിറ്റുകളിൽ ഏറ്റവും സ്പീഡ് കുറഞ്ഞത് സെക്കൻഡറി മെമ്മറിക്കാണ് കേട്ടോ. സെക്കൻഡറി മെമ്മറിക്കാണ് മെമ്മറി യൂണിറ്റുകളിൽ ഏറ്റവും സ്പീഡ് കുറഞ്ഞത്. ഏറ്റവും സ്പീഡ് കൂടിയ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞുള്ളൂ, രജിസ്റ്റേഴ്സിനാണ്. ഇവയൊക്കെ ടെമ്പററി മെമ്മറി ആണ്. പ്രൈമറി മെമ്മറിക്ക് സെക്കൻഡറി മെമ്മറിയെക്കാളിലും സ്പീഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു, പക്ഷെ ഇതൊക്കെ ടെമ്പററി മെമ്മറി ആണ്. അങ്ങനെയാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് ഏതിനാണ്? രജിസ്റ്റേഴ്സിനാണ്. നെക്സ്റ്റ് നോക്കി, CPU-വും മെയിൻ മെമ്മറിക്കും ഇടയിൽ ഒരു ബഫറായി പ്രവർത്തിക്കുന്ന മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. ഏറ്റവും നല്ല സ്പീഡ് ഉള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ക്യാഷ് മെമ്മറിയുടെ പ്രത്യേകത എന്താണ്? CPU-നും മെയിൻ മെമ്മറിക്കും ഇടയിൽ ഒരു ബഫറായി പ്രവർത്തിക്കുകയാണ് ക്യാഷ് മെമ്മറി ചെയ്യുന്നത്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ക്യാഷ് മെമ്മറിയെ കുറിച്ച് തെറ്റായവ തിരഞ്ഞെടുക്കുക. തെറ്റായതാണ് നമുക്ക് കാണേണ്ടത്. ക്യാഷ് മെമ്മറിയെ കുറിച്ച് നോക്കിയേ. ക്യാഷ് മെമ്മറി താൽക്കാലികമായ മെമ്മറിയായാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. നമുക്കറിയാം ക്യാഷ് മെമ്മറി ഒരു പ്രൈമറി മെമ്മറിയാണ്. മറ്റ് പ്രൈമറി മെമ്മറീസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? റാം ഉണ്ട്, റോം ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട് അല്ലേ? അപ്പോൾ പ്രൈമറി മെമ്മറീസ് ഒക്കെ ടെമ്പററി ആണ്, താൽക്കാലികമായും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്യാഷ് മെമ്മറി എന്താണ്? ഒരു താൽക്കാലിക മെമ്മറിയാണ്. റാമിനെ അപേക്ഷിച്ച് ഇതിന് പ്രവർത്തിക്കാൻ കുറച്ച് സമയം മതി. അത് ശരിയാണ്. ഡേറ്റ എക്സിക്യൂഷന് കുറച്ച് സമയം മതി. അതും ശരിയാണ്. അപ്പോൾ തെറ്റായതാണ് ചോദിച്ചത്, പക്ഷെ ഇവിടെ എല്ലാം ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, പ്രോസസ് യൂണിറ്റിനും മെമ്മറിക്കും ഇടയിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? രജിസ്റ്റേഴ്സ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു പ്രൈമറി മെമ്മറിയിൽ, കമ്പ്യൂട്ടർ മെമ്മറീസിൽ ഏറ്റവും സ്പീഡ് കൂടിയ ഒരു മെമ്മറിയാണ്, ഹൈ സ്പീഡുള്ള മെമ്മറിയാണ് എന്ത്? രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ മറ്റു പ്രത്യേകത എന്താണ്? പ്രോസസ് യൂണിറ്റിനും മെമ്മറിക്കും ഇടയിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്?
രജിസ്റ്റേഴ്സ്. തുടർച്ചയായ റീഡ് റൈറ്റ് പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് ഏത് മെമ്മറിയാണ്? റീഡ് റൈറ്റ് പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് റാം ആണ് കേട്ടോ. റാം എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ്. തുടർച്ചയായ റീഡ് റൈറ്റ് പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് റാമിലാണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മെമ്മറിയിലാണ് ഒരിക്കൽ സെറ്റ് ചെയ്ത പ്രോഗ്രാമിനെ മാറ്റാൻ സാധിക്കാത്തത്? ഒരിക്കൽ സെറ്റ് ചെയ്ത് വെക്കും, പിന്നെ ആ പ്രോഗ്രാമിനെ മാറ്റാൻ സാധിക്കില്ല. അത് ഏത് മെമ്മറിയാണ്? പ്രോം ആണ് കേട്ടോ. നമുക്ക് റോമിന്, നമ്മൾ റാമും റോമും രണ്ട് ടൈപ്പ് പറഞ്ഞു. റോമിന് നമുക്ക് പ്രോം എന്നും പ്രോം എന്നും ഇനിയുണ്ട് ഇ പ്രോം എന്നും ക്ലാസിഫൈ ചെയ്യാം. റോമിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്കറിയാം റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. പ്രോം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. ഇനി ഈ പ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. ഈ പ്രോം ആണെങ്കിലോ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പം ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രോമിന്റെ കാര്യമാണ് ചോദിച്ചത്. എന്താണ് പ്രോമിന്റെ പ്രത്യേകത? ഒരിക്കൽ സെറ്റ് ചെയ്ത് വെക്കുക, അതായത് പ്രോഗ്രാം ചെയ്ത് വയ്ക്കും ഇതിൽ, അതിനെ പിന്നെ മാറ്റാൻ സാധിക്കില്ല. അതിനെ എന്ത് പറയും? പ്രോം എന്ന് പറയും. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയും. ഇനി ഏത് തരം റോം മെമ്മറിയിലാണ് ഡേറ്റ അൾട്രാ വയലറ്റ് ലൈറ്റ് കൊണ്ട് മായ്ക്കുകയും പിന്നീട് റീപ്രോഗ്രാം ചെയ്യുകയും ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു പ്രോമിലാണെങ്കിൽ പ്രോഗ്രാം ചെയ്ത് വയ്ക്കും, പിന്നെ മാറ്റാൻ സാധിക്കില്ല. ഇവിടെ എന്താ പറയുന്നത്? റോമിലുള്ള ഒരു മെമ്മറിയിൽ അൾട്രാ വയലറ്റ് ലൈറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഇറേസ് ചെയ്ത്, ഡേറ്റ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും റീപ്രോഗ്രാം ചെയ്യാം. അത് ഏത് മെമ്മറിയാണ്? ഇ പ്രോം ആണ്. ഓക്കെ, ഇ പ്രോം എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ഞാനിപ്പോൾ പറഞ്ഞു. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് ഇ പ്രോം എന്ന് പറഞ്ഞാൽ. ഈ പ്രോമിന്റെ പ്രത്യേകത എന്താണ്? UV ലൈറ്റ് കൊണ്ട് അതിന്റെ ഡേറ്റാസ് എല്ലാം ഇറേസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും? റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അടുത്ത് ഏത് തരം റോം മെമ്മറിയിലാണ് ഇറേസ് ചെയ്യാൻ മാത്രമായി ഉപയോഗിക്കുന്നത്? ഇറേസ് ചെയ്യാൻ മാത്രമായി ഉപയോഗിക്കുന്നത് ഈ പ്രോം ആണ്. ഈ പ്രോമിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് ഈ പ്രോം എന്ന് പറഞ്ഞാൽ. എന്താ പ്രത്യേകത? ഇറേസ് ചെയ്യാൻ മാത്രമായി ഉപയോഗിക്കുന്നതാണ് ഈ പ്രോം. നെക്സ്റ്റ് നോക്കിയേ, എത്ര തരത്തിലുള്ള റാമുകളുണ്ട്? നമ്മൾ റോമിനെ കുറിച്ച് പറഞ്ഞു നിർത്തി. റാം എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഡി റാമും എസ് റാമും. ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം, എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം. അപ്പൊ 2 തരത്തിലുള്ള റാം ആണുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ ഫ്ലാഷ് മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? ഫ്ലാഷ് മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? മെമ്മറി കാർഡ്സ് ഫ്ലാഷ് മെമ്മറിക്ക് ഉദാഹരണമാണ്. ഡിജിറ്റൽ ക്യാമറയിൽ ഉപയോഗിക്കുന്ന മെമ്മറിക്ക് എക്സാമ്പിൾ ഏതാണ്? ഡിജിറ്റൽ ക്യാമറയിൽ ഉപയോഗിക്കുന്നത് ഫ്ലാഷ് മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറിക്ക് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ഫ്ലാഷ് മെമ്മറിക്ക് എക്സാമ്പിൾ? മെമ്മറി കാർഡ്സ് ഫ്ലാഷ് മെമ്മറിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഡിജിറ്റൽ ക്യാമറയിൽ യൂസ് ചെയ്യുന്ന എന്താണ്? ഫ്ലാഷ് മെമ്മറിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനാണ് കൂടുതൽ മെമ്മറി ഉള്ളത്? MB, GB, TB, KB ഉണ്ട്. ഇതിൽ കൂടുതൽ മെമ്മറി ഏതിനാണുള്ളത്? TBക്കാണുള്ളത് അല്ലേ? ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും കുറവ് ഏതാണ്? KB ആണ്. കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, പിന്നെ എന്ത് പറയും? ടെറാബൈറ്റ് എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, നമ്മൾ ഹാർഡ്വെയർ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കണ്ടത്. സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് കാണുന്നത്. നോക്കാം. യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിനെ എന്ത് പറയും? യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു. എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റം റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താലേ സിസ്റ്റം തന്നെ റൺ ആവുള്ളൂ. അങ്ങനത്തെ സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. വിൻഡോസ്, പഴയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഡോസ് ഉണ്ട്. ലിനക്സ്, യൂണിക്സ് ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്? സിസ്റ്റം സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് നോക്കിയേ, കമ്പ്യൂട്ടറിലെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? കമ്പ്യൂട്ടറിൽ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയും. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ പർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നതാണ്.
ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണെങ്കിലോ കമ്പ്യൂട്ടറിലെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ആദ്യം ലോഡ് ആകുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ആദ്യം ലോഡ് ആകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ലോഡ് ആകുന്ന പ്രോസസ്സിന് ഒരു പേര് പറയും, നമ്മളത് പറഞ്ഞു, എന്ത് പറയും? ബൂട്ടിംഗ് എന്ന് പറയും ലോഡ് ആകുന്നതിന്. അപ്പൊ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ആദ്യം ലോഡ് ആകുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആദ്യത്തെ വിൻഡോസ് വെർഷൻ ഏതാണ്? നമുക്കറിയാം വിൻഡോസ് ഒത്തിരി വെർഷൻ ഉണ്ട്. ആദ്യത്തെ വിൻഡോസ് വെർഷൻ വിൻഡോസ് 10 ആണ്. ഓക്കെ, പിന്നെ വിൻഡോസ് 7 വന്നു, വിൻഡോസ് XP വന്നു, ഇപ്പൊ വിൻഡോസ് 8 ഉണ്ട്, വിൻഡോസ് 10 ഉണ്ട്. നെക്സ്റ്റ്, വിൻഡോസിന്റെ തുടക്കക്കാരൻ ആരാണ്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തുടക്കക്കാരൻ ബിൽ ഗേറ്റ്സ് ആണ്. ബിൽ ഗേറ്റ്സ് ആണ് വിൻഡോസിന്റെ തുടക്കക്കാരൻ. വിൻഡോസ് 10ന്റെ വെബ് ബ്രൗസർ ഏതാണ്? ഓക്കെ, അപ്പൊ നമുക്കറിയാം വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വെബ് പേജസ് ലഭിക്കാൻ വേണ്ടി നമ്മൾ ബ്രൗസ് ചെയ്യുന്ന, അല്ലെ, നമ്മൾ URL കൊടുത്തിട്ട്, URL എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നമ്മൾ എക്സ്പാൻഷൻ പഠിച്ചു. ഒരു URL കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു വെബ് സൈറ്റ് കിട്ടും, അല്ലേ? അത്തരത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സൈറ്റിനെ നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയും. ബ്രൗസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബ്രൗസർ. വിൻഡോസ് ഒരു ബ്രൗസർ ആണ്, അല്ലെ? ഓക്കെ, അപ്പോൾ വിൻഡോസ് 10-ന്റേതായ ഒരു വെബ് ബ്രൗസർ ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. എഡ്ജ് ആണ് കേട്ടോ. വിൻഡോസ് എഡ്ജ് ആണ് വിൻഡോസ് 10 വെർഷന്റെ വെബ് ബ്രൗസർ. നെക്സ്റ്റ് നോക്കി, ആൻഡ്രോയിഡിന് രൂപകൽപ്പന ചെയ്ത കമ്പനി ഏതാണ്? ഗൂഗിൾ തന്നെയാണ്. ഗൂഗിൾ ആണ് ആൻഡ്രോയിഡിന് രൂപകൽപ്പന ചെയ്തത്. ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ വെർഷൻ ഏതാണ്? ആൻഡ്രോയിഡ് 11 ആണ്. ആൻഡ്രോയിഡ് 11 ആണ് ഏറ്റവും പുതിയ വെർഷൻ. മക്ക് എന്ന സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തത് ഏത് കമ്പനിയാണ്? ആപ്പിൾ ആണ്. ആപ്പിൾ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണ് മക്ക് സോഫ്റ്റ്വെയർ. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഫയൽ എഡിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഡേറ്റ വേർഡ് ടൈപ്പിങ്ങിനോ, അതൊക്കെ നമ്മൾ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിന് ഉദാഹരണം അല്ലാത്തതിൽ ഏതാണ്? MS DOS ആണ്, അല്ലേ? DOS എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് ഡോസിന്റെ ഫുൾ ഫോം. ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു OS ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ബാക്കിയൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഫോട്ടോഷോപ്പ്, ടാലി, MS ഓഫീസ് ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കി, ഫ്രീ സോഫ്റ്റ്വെയറിന് രൂപകൽപ്പന ചെയ്ത ആരാണ്? ഫ്രീ സോഫ്റ്റ്വെയറിന് രൂപകൽപ്പന ചെയ്തത് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. ഓക്കെ, മറന്നു പോകാതിരിക്കാൻ. ഈ സ്റ്റാളിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? സാധനങ്ങൾ വിൽക്കാൻ കൊണ്ട് വെച്ചേക്കും, അല്ലെ? സ്റ്റാൾ. അപ്പൊ ഫ്രീ സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തിട്ട് ഈ സ്റ്റാളിൽ വിൽക്കാൻ വെച്ചിരുന്നു എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ് ഫ്രീ സോഫ്റ്റ്വെയറിന് രൂപകൽപ്പന ചെയ്തത്. ഫ്രീ സോഫ്റ്റ്വെയറിന്റെ എംബ്ലം എന്താണ്? എംബ്ലം എന്താണ് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ? പെൻഗിൻ ആണ്. പെൻഗിൻ ആണ് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ എംബ്ലം. നെക്സ്റ്റ്, മലയാളം കീബോർഡ് ഡിസൈൻ ചെയ്തത് ആരാണ്? മലയാളം കീബോർഡ് ഡിസൈൻ ചെയ്ത് NS പണ്ടാലയാണ് കേട്ടോ. നമ്മൾ പറയില്ലേ പണ്ടാരം എന്നൊക്കെ പറയില്ലേ, അദ്ദേഹം മലയാളം കീബോർഡ് ഡിസൈൻ ചെയ്തിട്ട് തലവേദനിച്ചിട്ടുണ്ടോ? പണ്ടാരം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലേ? ഇതെന്ത് ബുദ്ധിമുട്ടാണ് ചെയ്യാനെന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഓർത്താൽ മതി. മലയാളം കീബോർഡ് ഡിസൈൻ ചെയ്ത ആരാണ്? NS പണ്ടാലയാണ്. അടുത്ത, ആദ്യത്തെ കീബോർഡ് ഡിസൈൻ ചെയ്ത ആരാണ്? ആദ്യത്തെ കീബോർഡ് ഡിസൈൻ ചെയ്തത് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ് കേട്ടോ. ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ് ആദ്യത്തെ കീബോർഡ് രൂപകൽപ്പന ചെയ്തത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായതിൽ ഏതൊക്കെയാണ്? കീബോർഡിൽ 104 കീകളുണ്ട്. ശരിയാണ്. യൂണിവേഴ്സൽ കീബോർഡിനെ QWERTY കീബോർഡ് എന്ന് പറയും. QWERTY. ഓക്കെ, മലയാളം കീബോർഡ് ഡിസൈൻ ചെയ്തത് NS പണ്ടാലയാണ്. ആദ്യ കീബോർഡ് ഡിസൈൻ ചെയ്തത് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ്. ഇതെല്ലാം ശരിയാണ്. ഓക്കെ, ഇപ്പൊ കീബോർഡിൽ നമുക്കറിയാം ടോട്ടൽ 104 കീസ് ആണുള്ളത്. എത്ര ഫംഗ്ഷൻ കീസ് ഉണ്ട്? 12 ഫംഗ്ഷൻ കീസ് ഉണ്ട്. യൂണിവേഴ്സൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കീബോർഡ് ഏതാണ്? QWERTY കീബോർഡ് എന്ന് പറയും. QWERTY കീബോർഡ്. മലയാളം കീബോർഡ് ഡിസൈൻ ചെയ്ത് NS പണ്ടാലയാണ്. ആദ്യത്തെ കീബോർഡ് ഡിസൈൻ ചെയ്ത ആരാണ്? ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ആണ്. ഇവിടെ എല്ലാം ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ C ആണ് ആൻസർ. നെക്സ്റ്റ്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ CDAC ആണ് വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? ISM എന്നാണ് കേട്ടോ. ISM ആണ് ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷന് വേണ്ടി CDAC വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നിന്നും മലയാള ഫോണ്ടുകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ഏതൊക്കെയാണ് മലയാള ഫോണ്ട്? ചിലങ്ക, കല്യാണി, കേരളീയം, രേവതി, ഇതൊക്കെ എന്താണ്?
മലയാള ഫോണ്ടിന് എക്സാമ്പിൾ ആണ്. മലയാളം കീബോർഡിന്റെ ലേഔട്ട് എന്താണ്? നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ കീബോർഡിന്റെ ലേഔട്ട് എന്താണ്? QWERTY ആണെന്ന് പറഞ്ഞു. ഓക്കെ, QWERTY ആണ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കീബോർഡ് ടൈപ്പ് എന്ന് പറഞ്ഞു. ഇൻസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് കീബോർഡിന് യൂസ് ചെയ്യുന്നത് QWERTYയും മലയാളം കീബോർഡിന്റെ ലേഔട്ട് എന്താണ്? ഇൻസ്ക്രിപ്റ്റും ആണ്. നെക്സ്റ്റ്, ഇംഗ്ലീഷ് കീബോർഡിന്റെ ലേഔട്ട് QWERTY ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു എൻകോഡർ ആയി ആക്ട് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? എൻകോഡർ ആയി ആക്ട് ചെയ്യുന്നത് കീബോർഡാണ് കേട്ടോ, കീബോർഡാണ്. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് ഏംഗൽ ബർട്ട് ആണ്. ഡഗ്ലസ് ഏംഗൽ ബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ് ആണ്. ശരിയാണ്. ആധുനിക കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ് ആണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയതാണ് ട്യൂറിംഗ് അവാർഡ്. ഇവിടെ എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പൊ ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് അലൻ ട്യൂറിംഗ് ആണ്. ആധുനിക കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ് ആണ്. ഇദ്ദേഹത്തിന്റെ പേരിലാണ് ട്യൂറിംഗ് അവാർഡ് ഏർപ്പെടുത്തിയതൂടെ എല്ലാം ശരിയാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആരാണ്? നമ്മളെ ലേറ്റസ്റ്റ് ടോപ്പിക് അല്ലെ, ജോൺ മക്കാത്തി. ജോൺ മക്കാത്തി ആണ് AI പിതാവ്. ഇനി ലിബർ ഓഫീസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദ ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ ആണ്. ദ ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ ആണ് ലിബർ ഓഫീസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയറിന് രൂപകൽപ്പന ചെയ്തത്. ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയറിന് രൂപകൽപ്പന ചെയ്ത ആരാണ്? ഓപ്പൺ ഓഫീസ് റൈറ്റർ അബി സോഴ്സ് പ്രോജക്റ്റ് ആണ് കേട്ടോ. അബി സോഴ്സ് പ്രോജക്റ്റ് ആണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയറിന് രൂപകൽപ്പന ചെയ്തത്. താഴെ തന്നിരിക്കുന്നതിൽ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ ഫയൽ ഫോർമാറ്റ് അല്ലാത്ത ഏതാണ്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ നമുക്കറിയാം PPT. ഓക്കെ, നമ്മൾ PPT ചെയ്യാന്ന് പറയും, പ്രസന്റേഷൻ ചെയ്യാന്ന് പറയും. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ ഫയൽ ഫോർമാറ്റ് അല്ലാത്തത് ഏതാണ്? DOC ആണ്. .doc എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ഫയലിന്റെ ഫയൽ ഫോർമാറ്റ് ആണ് .doc. ഈ ODP .ppt .pptx ഈ എക്സ്റ്റൻഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രസന്റേഷൻ ഫയൽസിനെ സേവ് ചെയ്യാൻ പറ്റും. അടുത്ത് കീനോട്ട് എന്ന സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്ത ആരാണ്? കീനോട്ട് ആപ്പിളിന്റെ ആണ് കേട്ടോ, ആപ്പിളിന്റെ. നമ്മൾ വേറൊന്ന് പഠിച്ചല്ലോ, ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മക്കാണ് അല്ലെ, മക്ക്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ കീനോട്ട് എന്ന സോഫ്റ്റ്വെയർ ആരുടെയാണ്? ആപ്പിളിൻ്റെതാണ്. നെക്സ്റ്റ്, പട്ടിക രൂപത്തിൽ വിവരങ്ങൾ സംഭരിക്കാനും കണക്ക് കൂട്ടാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്താണ്? സ്പ്രെഡ്ഷീറ്റ് ആണ് അല്ലെ. സ്പ്രെഡ്ഷീറ്റ് നമുക്കറിയാം MS Excel പേജിനെയാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. എന്താണ് സ്പ്രെഡ്ഷീറ്റിന്റെ പ്രത്യേകത? പട്ടിക രൂപത്തിൽ വിവരങ്ങൾ സംഭരിക്കാനും കണക്ക് കൂട്ടാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ്. ആദ്യ സ്പ്രെഡ്ഷീറ്റിന്റെ പേരെന്താണ്? ആദ്യ സ്പ്രെഡ്ഷീറ്റിന്റെ പേര് വിസി-കാൽക് എന്നാണ്. ആദ്യ സ്പ്രെഡ്ഷീറ്റിന്റെ പേര് വിസി-കാൽക് എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ എക്സൽ പോലെ ഉപയോഗിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? GNumeric ആണ് കേട്ടോ. എക്സൽ പോലെ നമ്മൾ മൈക്രോസോഫ്റ്റ് ഇതിലാണെങ്കിൽ, മൈക്രോസോഫ്റ്റ് ഓഫീസിലാണെങ്കിൽ എക്സൽ ആണ്. അതുപോലെ എക്സൽ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് GNumeric. ഓൺലൈൻ സ്പ്രെഡ്ഷീറ്റിന് ഉദാഹരണം എന്താണ്? ഓൺലൈൻ സ്പ്രെഡ്ഷീറ്റിന് ഉദാഹരണമാണ് ഗൂഗിൾ ഷീറ്റ്. ചിത്രങ്ങളും ഗ്രാഫിക്സും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമുക്കറിയാം, ഇതിൽ ഇമേജ് എഡിറ്റർ ആണ്. പിന്നെ ഇവിടെ ഫോട്ടോഷോപ്പ് ഉണ്ട്, മൾട്ടിമീഡിയ ഉണ്ട്, ബിഗ് ഡേറ്റ ഉണ്ട്. ഇവിടെ ചിത്രങ്ങളും ഗ്രാഫിക്സും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാണ്? ഇമേജ് എഡിറ്റർ. ഇമേജ് എഡിറ്റ് ചെയ്യാനുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ജിംബ് ആണ് കേട്ടോ, ജിംബ്. ഓക്കെ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണിത്. ഓക്കെ, ലിനക്സിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇമേജ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ജിംബ് എന്ന് പറഞ്ഞാൽ. ജിംബിന്റെ എക്സ്പാൻഷൻ എന്താണ്? ജിംബിന്റെ പൂർണ്ണരൂപം ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ആണ്. ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ആണ് ജിംബിന്റെ പൂർണ്ണരൂപം. നെക്സ്റ്റ്, ജിംബിന് രൂപകൽപ്പന ചെയ്ത ആരാണ്? സ്പെൻസർ കിംബലും പീറ്റർ മാറ്റിസും ആണ്. സ്പെൻസർ കിംബൽ, പീറ്റർ മാറ്റിസ് എന്നിവരാണ് എന്താ ജിംബിന് രൂപകൽപ്പന ചെയ്തത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇമേജ് എഡിറ്ററിന് ഉദാഹരണം ഏതാണ്? ഇമേജ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതിലേതാണ്? പെൻസിൽ, പിക്കാസ, ഫോട്ടോഷോപ്പ്. ഇതൊക്കെ സ്പെഷ്യൽ ആപ്ലിക്കേഷൻസ് ആണ്. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടു. അതല്ല, ചിത്രങ്ങളും ഗ്രാഫിക്സ് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. അത് നമ്മൾ ആ സോഫ്റ്റ്വെയർസിനെ നമ്മൾ എന്ത് പറയും? ഇമേജ് എഡിറ്റേഴ്സ് എന്ന് പറയും അല്ലേ. ഇമേജ് എഡിറ്റേഴ്സിന് എക്സാമ്പിൾ ഫോട്ടോഷോപ്പ് ആണ്. അതിനെ നമ്മൾ ഇമേജ് എഡിറ്റ് എന്ന് പറയും.
ഓക്കെ, അത്തരത്തിലൊരു എക്സാമ്പിൾ ആണ് ജിംബ് എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് എഡിറ്റർ ആണ്. ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റാബേസിനെ ബിഗ് ഡേറ്റ എന്ന് പറയും. എന്താണ് ബിഗ് ഡേറ്റ? ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റാബേസ് ആണ് ബിഗ് ഡേറ്റ. അടുത്ത്, ബിഗ് ഡേറ്റ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന് ഉദാഹരണം എന്താണ്? ഹാഡൂപ്പും അപ്പാച്ചെ സ്പാർക്കും ആണ്. ഓക്കെ, അപ്പൊ ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റാബേസ് ആണ് ബിഗ് ഡേറ്റ. ബിഗ് ഡേറ്റ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? ഹാഡൂപ്പും അപ്പാച്ചെ സ്പാർക്കും ആണ്. ഇനി MS വേർഡിലെ മിനിമം ഫോണ്ട് സൈസ് എത്രയാണ്? 1 ആണ്. ഏറ്റവും കുറഞ്ഞ ഫോണ്ട് സൈസ് ഏതാണ്? MS വേർഡിൽ 1 ആണ്. റെഡോ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഏതാണ്? റെഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത കാര്യം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം അല്ലെ, അതിനെയാണ് നമ്മൾ റെഡോ എന്ന് പറയുന്നത്. Ctrl+Y ആണ് റെഡോ ചെയ്യാനുള്ളത്. MS വേർഡിൽ ഷോർട്ട് കട്ട് കീ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് എന്ത് പറയും? മാക്രോ എന്ന് പറയും. മാക്രോ സെറ്റ് ചെയ്യാന്ന് പറയും. MS വേർഡിൽ ഷോർട്ട് കട്ട് കീ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് നമ്മൾ പറയുന്ന മാക്രോ എന്ന് പറയും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിന്റെ പൂർണ്ണരൂപം ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഫോഴ്സിന്റെ പൂർണ്ണരൂപം. വിൻഡോസിൽ ഉപയോഗിക്കുന്ന MS വേർഡിന് പകരമായി ലിനക്സിൽ ഉപയോഗിക്കുന്ന എന്താണ്? അപ്പൊ വിൻഡോസിൽ MS വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് പകരമായി ലിനക്സിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ലിബർ ഓഫീസ് റൈറ്റർ ആണ് കേട്ടോ. ലിബർ ഓഫീസ് റൈറ്റർ ആണ് വിൻഡോസിലെ MS വേർഡ് പോലെ ലിനക്സിൽ ഉപയോഗിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ശബ്ദം എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓഡാസിറ്റി ആണ്. ഓഡാസിറ്റി ആണ്. SCRT-യിൽ പ്രത്യേകം പറയുന്ന ഒരു പോയിന്റുമാണിത്. ശബ്ദം എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓഡാസിറ്റി. 1 യോട്ടാബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1024 ZB ആണ്. സെർട്ടാബൈറ്റ്, ZB എന്ന് പറഞ്ഞാൽ സെർട്ടാബൈറ്റ് ആണ്. ഓക്കെ, 1 യോട്ടാബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ZB ആണ്. ഈ ഏറ്റവും ചെറുത് KB ആണ്. നെക്സ്റ്റ് MB, GB, പിന്നെ TB, പിന്നെ PB, EB, ZB, YB ഇങ്ങനെ പോകും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ALUവിന് പ്രവർത്തിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? രജിസ്റ്റേഴ്സിലാണ്. ALU എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് ALU എന്ന് പറഞ്ഞാൽ. കമ്പ്യൂട്ടറിലെ കാൽക്കുലേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ALU ആണ്. CPU-നുള്ളിലെ ALU-ലാണ്. അപ്പൊ ALU-ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ എവിടെ സ്റ്റോർ ചെയ്തിരിക്കും? രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കും. നമ്മൾ രജിസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു. എന്താണ്? ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഒരു മെമ്മറിയാണ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. പ്രൈമറി മെമ്മറിയാണ് രജിസ്റ്റർ. കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള സംവാദത്തിന് സഹായിക്കുന്നത് എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് കേട്ടോ. അപ്പൊ കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള സംവാദത്തിന് സഹായിക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. കമ്പ്യൂട്ടറിലെ വ്യാകരണം എഴുതുന്ന രീതി എന്ത് പറയും? സിൻടാക്സ് എന്ന് പറയും. സിൻടാക്സ്. നമ്മൾ കമ്പ്യൂട്ടറിലെ വ്യാകരണം എഴുതുന്നതിന് സിൻടാക്സ് എഴുതുക എന്ന് പറയും. അപ്പൊ കമ്പ്യൂട്ടറിലെ വ്യാകരണം എഴുതുന്ന രീതിയെ സിൻടാക്സ് എന്ന് പറയും. പ്രോഗ്രാം ചെയ്ത നിർദ്ദേശങ്ങളെ എന്ത് പറയും? സിൻടാക്സ് എന്ന് പറയും. പ്രോഗ്രാം ചെയ്ത ചെയ്തു വെച്ച നിർദ്ദേശങ്ങളെ സിൻടാക്സ് എന്ന് പറയും. റാം സ്ഥിതി ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ ഏത് ഭാഗത്താണ്? മദർ ബോർഡിലാണ് കേട്ടോ. റാം ഇരിക്കുന്ന മദർ ബോർഡിലാണ്. കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി എവിടെയാണുള്ളത്? റോം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റോമിലാണ് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലോഡ് ചെയ്യുന്നതിന് എന്ത് പറയും? ബൂട്ടിംഗ് എന്ന് പറയും. ബയോസ് ചെയ്യുന്ന എന്താണ്? ഓക്കെ, ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ബയോസ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? അതും റോമിലാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ലോഡ് ചെയ്യാനുള്ള പ്രോഗ്രാം എവിടെയാണ് ഇരിക്കുന്നത്? റോമിലാണ്. ബയോസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റോമിലാണ്. നെക്സ്റ്റ്, ഫേംവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേംവെയർ എന്ന് പറഞ്ഞാൽ റോമിൽ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഫേംവെയർ എന്ന് പറയും. കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള സംവാദത്തിന് സഹായിക്കുന്ന എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. നെക്സ്റ്റ്, കമ്പ്യൂട്ടറിന്റെ വ്യാകരണം അൽഗോരിതം എന്നാണ് പറയുന്നത്. ഈ വ്യാകരണം എഴുതുന്ന രീതിയെ നമ്മൾ എന്ത് പറയും? വ്യാകരണം എഴുതുന്ന രീതിയെ, ഈ വ്യാകരണത്തിൽ നമ്മൾ എഴുതുന്നതിന് നമ്മൾ എന്ത് പറയും? സിൻടാക്സ് എന്ന് പറയും. ഓക്കെ, ഞാൻ +2-നും എഞ്ചിനീയറിംഗ് ഒക്കെ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ സാറോ ഒന്നിങ്ങനെ പറയും, റൈറ്റ് എ സിൻടാക്സ് അബൌട്ട് ഇന്ന കാര്യത്തെക്കുറിച്ച് ഒരു സിൻടാക്സ് എഴുതുക. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ആണ്. ആ പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ലൈൻ ബൈ ലൈനായി നമ്മൾ എഴുതുന്നതിനെ സിൻടാക്സ് എന്ന് പറയും. അപ്പൊ പ്രോഗ്രാം ചെയ്ത നിർദ്ദേശങ്ങളെ എന്ത് പറയും? അൽഗോരിതം എന്ന് പറയും. പ്രോഗ്രാം ചെയ്യുന്ന ആ രീതിയെ, അതിനെങ്ങനെ നമ്മൾ എഴുതും?
സിൻടാക്സ് ആയിട്ട് എഴുതും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, പ്രോഗ്രാം ചെയ്ത നിർദ്ദേശങ്ങൾ എന്ന് പറയും? കോഡ് എന്ന് പറയും. നെക്സ്റ്റ്, അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കോഡിനെ കൺവേർട്ട് ചെയ്യുന്ന എന്ത് പറയും? അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ അസംബ്ലർ എന്ന് പറയും. അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കോഡിനെ കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററിനെ എന്ത് പറയും? അസംബ്ലർ എന്ന് പറയും. അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് എന്ത് പറയും? അസംബ്ലർ എന്ന് പറയും. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് എന്ത് പറയും? നമ്മൾ കൺവെർട്ടർ ആണ് അല്ലേ? ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയും ഇതിന്, ട്രാൻസ്ലേറ്റേഴ്സ്. നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടർ 1ഉം 0 ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ. ബൈനറി കോഡ് മാത്രമേ കമ്പ്യൂട്ടറിന് അറിയാവുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനെയും കൺവേർട്ട് ചെയ്യാണ്. ഈ കൺവേർട്ട് ചെയ്യുന്നതിനെ എന്ന് പറയും? ഇവയെ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയും. ട്രാൻസ്ലേറ്റേഴ്സ് ആണ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ട്രാൻസ്ലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് അസംബ്ലർ, ഇന്റർപ്രറ്റർ ഒക്കെ. ഓക്കെ, അസംബ്ലർ, ഇന്റർപ്രറ്ററും ട്രാൻസ്ലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇതിൽ അസംബ്ലർ എന്താ ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്താണ്? പ്രലോഗാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉപയോഗിക്കുന്ന ഭാഷ. C++ന്റെ പിതാവ് ആരാണ്? C++ന്റെ സ്ട്രേസ്ട്രെപ്പ് ആണ് കേട്ടോ. സ്ട്രേസ്ട്രെപ്പ് ആണ് C++ന്റെ പിതാവ്. നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഓക്കെ, ഒരു ബിൽഡിങ്ങിലോ ക്യാമ്പസിലോ ഉള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ എന്ത് പറയും? ഒരു ബിൽഡിങ്ങിലോ ക്യാമ്പസിലോ ഉള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ലാൻ എന്ന് പറയും. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, നമുക്ക് ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവയെ തമ്മിൽ കണക്ട് ചെയ്യാം അല്ലേ? അത് നമ്മൾ നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്ക് ആക്കുക എന്ന് പറയും. ഇതിന് നമുക്ക് പലതരത്തിലുള്ള നെറ്റ്വർക്ക് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ലാൻ, മാൻ, വാൻ, പാൻ. ഓക്കെ, ഇതിൽ ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇതിൽ ഏറ്റവും വലുത് വാൻ ആണ് കേട്ടോ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇതിൽ ഏറ്റവും ചെറിയ ഏരിയ ഏതായിരിക്കും? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആയിരിക്കും, പാൻ ആയിരിക്കും. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ചുറ്റുപാടും ഓക്കെ ആ ഒരു സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള കണക്ഷനാണ് പാൻ എന്ന് പറഞ്ഞത്. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ആയിട്ടുള്ള ചെറിയ സ്ഥലത്തെ തമ്മിൽ, ഇപ്പൊ ഒരു ബിൽഡിങ്ങോ ഒരു ക്യാമ്പസോ തൊട്ടടുത്തുള്ള 1-2 ബിൽഡിങ്ങുകളോ ഒരു ക്യാമ്പസോ ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ എന്ന് പറഞ്ഞാൽ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയിലുള്ള ഏരിയാസിലുള്ള നെറ്റ്വർക്കിനെ മുഴുവൻ കണക്ട് ചെയ്യാൻ പറ്റും. അതിന് മാൻ എന്ന് പറയും. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയൊരു നെറ്റ്വർക്കാണ്. ഓക്കെ, അതിന് നമുക്ക് എന്താ പറയാ? വാൻ എന്ന് പറയാം. ഓക്കെ, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്തരത്തിലുള്ള കണക്ഷനാണ്? വാൻ ആണ്. ഓക്കെ, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ കണക്ഷനാണ്, ലെവലിൽ ഒരു നെറ്റ്വർക്കാണ്. അതിനെ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയും ഇന്റർനെറ്റിന്. അപ്പൊ ഇന്റർനെറ്റ് ഇതിൽ ഏത് ടൈപ്പ് കണക്ഷനാണ്? വാൻ ആണ് ഇന്റർനെറ്റ്. വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഒരു സിറ്റി മുഴുവൻ കണക്ഷൻ സാധ്യമാക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? നമ്മൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, മാൻ ആണ്. മാൻ കണക്ഷനിലൂടെ നമുക്ക് ഒരു സിറ്റി മുഴുവനും കണക്ട് ചെയ്യാം. മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് മാൻ. നെക്സ്റ്റ് നോക്കിയേ, പാനിന്റെ പൂർണ്ണരൂപം എന്താണ്? അത് നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ് പാൻ എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക, ഇതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കണം. ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളുടെ ഒരു കൂട്ടമാണ്, അത് ശരിയാണ്. ഇന്റർനെറ്റ് രൂപകൽപ്പന ചെയ്തത് ജോൺ മക്കാത്തി ആണെന്നുള്ളത് തെറ്റാണ്. ജോൺ മക്കാത്തി എന്താ ചെയ്തത്? AI ഡെവലപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇത് തെറ്റാണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപത്തിന് നമ്മൾ എന്ത് പറയും? അർപ്പാനെറ്റ് എന്ന് പറയും കേട്ടോ. അർപ്പാനെറ്റ് ആണ് ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം. ഇനി അർപ്പാനെറ്റിന്റെ പൂർണ്ണരൂപം എന്താണ്? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നുള്ളതാണ് അർപ്പാനെറ്റിന്റെ പൂർണ്ണരൂപം. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് ആണ് അർപ്പാനെറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു കമ്പനിക്കുള്ളിലെ കണക്ഷനെ എന്ത് പറയും? ഒരു കമ്പനിക്കുള്ളിലെ കണക്ഷനെ ഇൻട്രാനെറ്റ് എന്ന് പറയും കേട്ടോ. ഓക്കെ, ഒരു കമ്പനിക്കുള്ളിലുള്ള അകത്തുള്ള കണക്ഷനെ പറയും ഇൻട്രാനെറ്റ് എന്ന് പറയും. ഒന്നിലധികം കമ്പനികളെ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് എന്താണ്? എക്സ്ട്രാനെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിക്കുള്ളിലുള്ള കണക്ഷൻ എന്ത് പറയും? ഇൻട്രാനെറ്റ് എന്നും. ഒന്നിലധികം കമ്പനികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് എന്താണ്? എക്സ്ട്രാ നെറ്റും ആണ്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ആരംഭിച്ചത് എപ്പോഴാണ്? 1995 ഇന്റർനെറ്റ് ആരംഭിച്ചത്. അടുത്ത, ഇന്ത്യയിൽ ഇന്റർനെറ്റ് കൊണ്ടുവന്ന കമ്പനി ഏതാണ്? VSNL ആണ്. BSNL അല്ല, VSNL ആണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് കൊണ്ടുവന്ന കമ്പനി.
BSNL എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എക്സ്പാൻഷൻ വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. BSNL എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് BSNL എന്ന് പറഞ്ഞാൽ. ഇനി WWWന്റെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് വെബ് ആണ് കേട്ടോ. ഇതാണ് വേൾഡ് വൈഡ് വെബ് ആണ് WWWന്റെ പൂർണ്ണരൂപം. അടുത്ത് വേൾഡ് വൈഡ് വെബിന് തുടക്കം കുറിച്ച ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ് കേട്ടോ. ടിം ബെർണേഴ്സ്-ലീ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിലും ജോൺ മക്കാത്തി ആണെന്ന് പറഞ്ഞ് തെറ്റി തന്നിരുന്നു. അപ്പൊ ജോൺ മക്കാത്തി AI-ക്ക് തുടക്കം കുറിച്ച ആളാണ്. WWWന് തുടക്കം കുറിച്ച ആളാരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ്. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, WWWന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിംഗ്ടണിലാണ്. WWWന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടണിലാണ്. W3Cയുടെ പൂർണ്ണരൂപം എന്താണ്? W3C എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ആണ്. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ആണ് W3Cയുടെ പൂർണ്ണരൂപം. വെബ് പേജുകളെ തമ്മിൽ ഹൈപ്പർ ലിങ്ക് വഴി ബന്ധിപ്പിക്കുമ്പോൾ എന്ത് നമുക്ക് ലഭിക്കും? വെബ്സൈറ്റ് ലഭിക്കും. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു വെബ്സൈറ്റ് ഇങ്ങനെ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാമല്ലേ, കുറേ പേജസ് ഉണ്ടാവും. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പേജിലോട്ട് പോകും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന പേജാണ് ഇൻഡെക്സ് പേജ്, അല്ലെങ്കിൽ ഹോം പേജ്, മെയിൻ പേജ് എന്നൊക്കെ പറയും. നമുക്ക് അടുത്ത പേജിലോട്ട് ഇപ്പൊ കോണ്ടാക്ടേഴ്സിന് പേജ് ഉണ്ടാവും, എബൌട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ പേജ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പേജുകളെ തമ്മിൽ ഒരുമിച്ച് ലിങ്ക് ചെയ്യുമ്പോൾ അത് എന്തായി മാറി? ഒരു വെബ്സൈറ്റ് ആയി മാറി. അങ്ങനെ ആ ലിങ്ക് ചെയ്യുന്നതിനെ ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. ഇങ്ങനെ വെബ് പേജുകളെ തമ്മിൽ ഹൈപ്പർ ലിങ്ക് വഴി ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തൊരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു പേജായി മാത്രം നിർത്തുമ്പോൾ അതൊരു പേപ്പറാണ് അല്ലെ. പേജസ് എല്ലാം കൂടെ സെറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറി? ഒരു ബുക്കായി മാറി. അതുപോലെ വെബ് പേജസിനെ ഹൈപ്പർ ലിങ്ക് വഴി ലിങ്ക് ചെയ്തെടുക്കുമ്പോൾ എന്തായി മാറി? ഒരു വെബ് സൈറ്റായി മാറി. നെക്സ്റ്റ് നോക്കിയേ, ഒരു വെബ്സൈറ്റിലെ ആദ്യത്തെ പേജിനെ എന്ത് പറയും? ഹോം പേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡെക്സ് പേജ് എന്നും പറയും. നെക്സ്റ്റ് URLന്റെ പൂർണ്ണരൂപം എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നുള്ളതാണ് URLന്റെ പൂർണ്ണരൂപം. ഒരു വെബ് അഡ്രസ്സിനെ പൊതുവെ എന്ത് പറയും? വെബ് അഡ്രസ്സിനെ പറയുന്നതാണ് URL. ഓക്കെ, www.google.com അതൊരു വെബ് അഡ്രസ് ആണ്, ഒരു URL ആണ്. ഇനി DNSന്റെ പൂർണ്ണരൂപം എന്താണ്? DNS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം ആണ്. ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് DNS എന്ന് പറഞ്ഞാൽ. താഴെ തന്നിരിക്കുന്നതിൽ സെർച്ച് എഞ്ചിൻ ഉദാഹരണം അല്ലാത്തത് ഏത്? സെർച്ച് എഞ്ചിൻ ഉദാഹരണം അല്ലാത്തത് ഫേസ്ബുക്ക് ആണ്. നമുക്കറിയാം, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിൾ ആൾട്ടാ വിസ്റ്റ, DuckDuckGo, Bing, ഗൂഗിൾ പിന്നെ എല്ലാവർക്കും അറിയാം, യാഹു. ഇതൊക്കെ ഒരു സെർച്ച് എഞ്ചിൻ ആണ്, സെർച്ച് എഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ആർക്കൈ ആണ്. ആർക്കൈ ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗുരുജി ആണ്. ഗുരുജി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. നെക്സ്റ്റ്, വെബ് സെർവറിൽ നിന്നും വെബ് പേജ് ലഭിക്കാൻ സഹായിക്കുന്ന എന്താണ്? വെബ് ബ്രൗസർ ആണ്. ഓക്കെ, നമ്മൾ വെബ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറെ വെബ് പേജസ് കിട്ടും അല്ലേ. അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് കയറി പോവാണ്. അപ്പൊ വെബ് പേജ് ലഭിക്കാൻ സഹായിക്കുന്ന എന്താണ്? വെബ് ബ്രൗസർ ആണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഇവിടെ വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? വെബ് ബ്രൗസേഴ്സ് ഒക്കെ കപ്പേറ, എഡ്ജ്, മൊസൈക്ക് ഒക്കെ വെബ് ബ്രൗസറിന് ഉദാഹരണമാണ്. വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്ത ഏതാണ്? Ask.com ആണ്. Ask.com എന്താണ്? സെർച്ച് എഞ്ചിൻ ആണ്. എന്താണ് സെർച്ച് എഞ്ചിൻ? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. എന്താണ് സെർച്ച് എഞ്ചിൻ? നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. മറ്റ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗൂഗിൾ, ബിങ്, യാഹു ഒക്കെ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. നമ്മൾ കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഗൂഗിൾ ചെയ്ത് നോക്കുക എന്ന് പറയല്ലേ. എല്ലാവരും ഗൂഗിളിലാണ് സെർച്ച് ചെയ്യാറുള്ളത്. ഇവയൊക്കെ സെർച്ച് എഞ്ചിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാതെയാണ്. വെബ് ബ്രൗസേഴ്സിന് ഉദാഹരണം എന്തൊക്കെയാണ്? കപ്പേറ, എഡ്ജ്, മൊസൈക്ക് ഒക്കെയാണ്. അപ്പൊ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൗസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സോഫ്റ്റ്വെയറിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ. മറ്റ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, പിന്നെ മോസില്ല ഫയർഫോക്സ്, അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം എല്ലാവരും കോമൺലി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഈ ഇടക്കാലത്തായി നിർത്തലാക്കിയ ഒരു വെബ് ബ്രൗസറാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. പണ്ട് കാലത്ത് എല്ലാവരും ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ നിർത്തലാക്കിയ ഒരു ബ്രൗസറാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. നെക്സ്റ്റ്, ഇന്റർനെറ്റ് എക്സ്പ്ലോററിനെ രൂപകൽപ്പന ചെയ്ത കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്.
മൈക്രോസോഫ്റ്റിൻ്റെയാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക് ആണ്. നെക്സ്റ്റ്, സഫാരി വെബ് ബ്രൗസർ ഇറക്കിയ കമ്പനി ഏതാണ്? സഫാരി എന്ന് പറഞ്ഞ വെബ് ബ്രൗസർ ഇറക്കിയത് ആപ്പിൾ കമ്പനിയാണ്. ഏറ്റവും വേഗതയേറിയ ബ്രൗസർ ഏതാണ്? സഫാരിയാണ് കേട്ടോ. ആപ്പിളിന്റെ സഫാരിയാണ് ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ. ഇനി ആദ്യമായി ഇറക്കിയ വെബ് ബ്രൗസർ ഏതാണ്? നെക്സസ് ആണ്. നെക്സസ് ആണ് ആദ്യത്തെ വെബ് ബ്രൗസർ. ആദ്യത്തെ ബ്രൗസറിനെ രൂപകൽപ്പന ചെയ്ത കമ്പനി ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ് കേട്ടോ. ടിം ബെർണേഴ്സ്-ലീ, അദ്ദേഹമാണ് WWWന്റെ തുടക്കക്കാരൻ. ആദ്യത്തെ വെബ് ബ്രൗസറിനെ രൂപകൽപ്പന ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ ആണ്. ഇമെയിൽ ആദ്യമായി ഉണ്ടാക്കിയത് ആരാണ്? റേ ടോമിൽസൺ ആണ് കേട്ടോ. റേ ടോമിൽസൺ ആണ് ഇന്റർനെറ്റ് ആദ്യമായി ഉണ്ടാക്കിയത്. അപ്പൊ WWWന്റെ തുടക്കക്കാരൻ ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ആരാണ്? ജോൺ മക്കാത്തി ആണ്. ഇമെയിൽ ആണെങ്കിലോ റേ ടോമിൽസണും ആണ്. ഇനി ഹോട്ട്മെയിൽ ഏത് കമ്പനിയുടെ ഇമെയിൽ ആണ്? ഹോട്ട്മെയിൽ മൈക്രോസോഫ്റ്റിന്റെ ആണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ഒക്കെ ഗൂഗിളിന്റെ ആണ്. യാഹൂ മെയിൽ ആണെങ്കിലോ യാഹൂന്റെ ആണ്. അപ്പൊ ഹോട്ട്മെയിൽ ഏതിന്റെയാണ്? മൈക്രോസോഫ്റ്റിന്റെ ആണ്. നെക്സ്റ്റ്, ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ ഹോട്ട്മെയിൽ ആണ്, ശരിയാണ്. ഹോട്ട്മെയിൽ പിന്നീട് outlook.com എന്ന പേരിലേക്ക് മാറ്റിയത്, ശരിയാണ്. സബീർ ഭാട്ടിയ, ജാക്ക് സ്മിത്ത് എന്നിവരാണ് ഹോട്ട്മെയിൽ തയ്യാറാക്കിയത്, അതും ശരിയാണ്. ഇവിടെ മൂന്നും ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എല്ലാം ശരി എന്നുള്ളതാണ്, എല്ലാം എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, അനാവശ്യ ഇമെയിലുകൾ എന്ന് പറയും? അനാവശ്യ ഇമെയിലുകൾ സ്പാം മെയിൽ എന്ന് പറയും, സ്പാം എന്ന് പറയും. ആദ്യമായി ഇമെയിൽ ഹിന്ദിയിൽ ഉപയോഗിച്ചത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലാണ് ആദ്യമായി ഇമെയിൽ ID ഹിന്ദിയിൽ ഉപയോഗിച്ചത്. നെക്സ്റ്റ്, TCP-യുടെ പൂർണ്ണരൂപം എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നാണ് TCP-യുടെ പൂർണ്ണരൂപം. നെക്സ്റ്റ്, IP-യുടെ പൂർണ്ണരൂപം എന്താണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് IP-യുടെ പൂർണ്ണരൂപം. ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു നെറ്റ്വർക്കിൽ ബന്ധിപ്പിക്കുന്നതിന് എന്ത് പറയും? ഹബ് എന്ന് പറയും. ഓക്കെ, ഒന്നിലധികം കമ്പ്യൂട്ടറുകളാണ് കേട്ടോ. ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു മെയിൻ നെറ്റ്വർക്കിൽ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? ഹബ് എന്ന് പറയും. ഇനി ടോപ്പോളജി എന്ന് പറയുന്നത് എന്താണ്? നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്? ടോപ്പോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ലാനിൽ ബന്ധിപ്പിക്കുന്ന രീതി എന്ത് പറയും? സ്വിച്ച് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു കമ്പ്യൂട്ടറിൽ ഒരു കണക്ഷനിൽ ബന്ധിപ്പിക്കുന്നതിന് എന്ത് പറയും? ഹബ് എന്ന് പറയും അല്ലേ. ആ കണക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ മെയിൻ ഹബ്ബായി പ്രവർത്തിക്കാൻ ഹബ് എന്ന് പറയും. ഇനി ഒന്നിലധികം ലാനുകളെ, ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലേ. അത് ഓരോ നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതി എന്ത് പറയും? സ്വിച്ച് എന്ന് പറയും. ഇനി ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ലാനിൽ ബന്ധിപ്പിക്കുന്ന രീതിയാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിനെ എന്ത് പറയും? ബ്രിഡ്ജ് എന്ന് പറയും. ഓക്കെ, ബ്രിഡ്ജ് എന്ന് പറയും. ഇനി മോഡത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. മോഡ് എന്താ ചെയ്യുന്നത്? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നു. ഓക്കെ, അനലോഗിനെ എന്ത് പറയും? ഡിജിറ്റൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യാണ് മോഡം ചെയ്യുന്നത്. ഇനി ISDN പൂർണ്ണരൂപം എന്താണ്? ISDN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ISDN, ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നാണ് ISDN പൂർണ്ണരൂപം. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ISP അല്ലാത്തത്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നാണ് ISPയുടെ പൂർണ്ണരൂപം. അതായത് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ISP എന്ന് പറയുന്നത്. താഴെ തന്നിട്ടുള്ളതിൽ ISP പ്രൊവൈഡ് ചെയ്യാത്ത ഏതാണ്? സാംസങ് ആണ്. സാംസങ് എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഹാൻഡ്സെറ്റ് ആണ് അല്ലേ. BSNL-ഉം ജിയോയും എയർടെലും ഒക്കെ നമുക്ക് കണക്ഷനോടൊപ്പം നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ISP പ്രൊവൈഡ് ചെയ്യാന്ന് പറയും. ഇവിടെ പ്രൊവൈഡ് ചെയ്യാത്തത് സാംസങ് മാത്രമാണ്. നെക്സ്റ്റ്, ഒന്നിലധികം ലാൻ, മാൻ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് എന്ത് പറയും? റൗട്ടർ എന്ന് പറയും കേട്ടോ. റൗട്ടറിലാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ലാൻ, വാൻ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിലോ ഗേറ്റ് വേ ആണ് കേട്ടോ. ലാനിനെയും വാനിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഗേറ്റ് വേ ആണ്. നെക്സ്റ്റ്, നമ്മൾ ഇന്റർനെറ്റ് എന്ന ടോപ്പിക്കിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. നമ്മൾ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക് ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തു. നെക്സ്റ്റ്, ഇന്റർനെറ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം, ഇത് റിപ്പീറ്റ് ആണ്, നേരത്തെ കണ്ടു. എന്ത് പറയും? അർപ്പാനെറ്റ് എന്ന് പറയും. ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപത്തിന്റെ അർപ്പാനെറ്റ് എന്ന് പറയും. അർപ്പാനെറ്റിന്റെ പൂർണ്ണരൂപം എന്താണ്? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് ആണ്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നാണ്
പാനെറ്റിന്റെ പൂർണ്ണരൂപം. ഇന്ത്യയിൽ ഇന്റർനെറ്റ് കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ കണ്ടു, VSNL ആണ്. VSNLന്റെ പൂർണ്ണരൂപം വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നാണ്. ഇനി WWWന്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് വെബ് എന്നാണ്. നെക്സ്റ്റ് ഓക്കെ, WWWന് തുടക്കം കുറിച്ചത് ആരാണ്? നമ്മൾ അത് നേരത്തെ കണ്ടു, ടിം ബെർണേഴ്സ്-ലീ ആണ് അല്ലെ. ടിം ബെർണേഴ്സ്-ലീ ആണ് WWWന് തുടക്കം കുറിച്ചത്. നെക്സ്റ്റ് ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഫേസ്ബുക്ക് ആണ് സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ അല്ലാതെ. ബിങ്, അൾട്ടാവിസ്റ്റ, ഡക്കോ ഇതൊക്കെ സെർച്ച് എഞ്ചിൻ ഉദാഹരണമാണ്. അതുപോലെ തന്നെ യാഹു ഇതൊക്കെ സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ ആണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർക്കെയാണ്? നമ്മൾ പറഞ്ഞതാണ്. ഇന്ത്യയിലാണെങ്കിൽ ഗുരുജിയാണ്. നെക്സ്റ്റ് ഓക്കെ, ഇമെയിൽ ഉണ്ടാക്കിയ വ്യക്തി ആരാണ്? ഇമെയിൽ ഉണ്ടാക്കിയത് റേ ടോമിൽസൺ ആണ്. റേ ടോമിൽസൺ ആണ് ഇമെയിൽ ഉണ്ടാക്കിയത്. ഹോട്ട്മെയിൽ ഏത് കമ്പനിയുടെ ഇമെയിൽ ആണ്? മൈക്രോസോഫ്റ്റ് ആണ്. നമ്മളിത് പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, താഴെ തന്നിരിക്കുന്നതിൽ ഒരു സെർച്ച് എഞ്ചിൻ ഉദാഹരണം എന്താണ്? സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സെർച്ച് എഞ്ചിൻ. ഇപ്പൊ സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾ ഇവിടെ യാഹു ആണ്. വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. MS വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഇവിടെ ഏതാണ്? യാഹു ആണ്. നെക്സ്റ്റ് നോക്കിയേ, വാട്സപ്പിന്റെ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്ത ആരാണ്? ജോൺ കോമും ബ്രെയിൻ ആക്ഷനും ആണ് കേട്ടോ. ജോൺ അല്ല, ജാൻ ആണ്. ജാൻ കോമും ബ്രെയിൻ ആക്ഷനും ആണ് വാട്സപ്പിന് രൂപകൽപ്പന ചെയ്തത്. ടെലഗ്രാമിന് രൂപകൽപ്പന ചെയ്ത ആരാണെങ്കിലോ നിക്കോളയും പാവൽ ദുരോവും ആണ് കേട്ടോ. രണ്ടുപേരും ചേർന്നാണ് ടെലഗ്രാമിന് രൂപകൽപ്പന ചെയ്തത്. ഫ്ലിപ്കാർട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബാംഗ്ലൂരു ആണ് കേട്ടോ. ബാംഗ്ലൂരു ആണ് ഫ്ലിപ്കാർട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ എന്ത് തരം പ്ലാറ്റ്ഫോമാണ്? ജോലി തിരയാനുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, ഗൂഗിളിന്റെ മോട്ടോ എന്താണ്? ഡോണ്ട് ബി എവിൽ. ഡോണ്ട് ബി എവിൽ എന്നാണ് ഗൂഗിളിന്റെ മോട്ടോ. നെക്സ്റ്റ് ഓക്കെ, HTML പൂർണ്ണരൂപം എന്താണ്? HTML നമുക്കറിയാം, വെബ് പേജുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ആണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് HTML എന്ന് പറഞ്ഞാൽ. HTML എക്സ്പാൻഷൻ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML. HTML പിതാവ് ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ്. ടിം ബെർണേഴ്സ്-ലീ ആണ് WWWന്റെ തുടക്കക്കാരൻ. HTML സ്റ്റാർട്ട് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, HTML എക്സ്റ്റൻഷൻ എന്താണ്? .html ആണ്. .html ആണ് HTML എക്സ്റ്റൻഷൻ. HTML ഉപയോഗം എന്താണ്? എന്തിനു ഉപയോഗിക്കുന്നു? വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനാണ് HTML ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ആണ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. നോക്കാം, ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണ്? December 30 ആണ് കേട്ടോ. December 30 ആണ് ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം. നെക്സ്റ്റ് നോക്കിയ, പല സൈബർ കുറ്റകൃത്യങ്ങളും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് കീഴിലാണ് വരുന്നത്. അതിനൊരു ഉദാഹരണം ഏതാണ്? അതായത് സൈബർ കുറ്റകൃത്യത്തിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇമെയിൽ വഴി ഭീഷണി സന്ദേശങ്ങൾ അയക്കുക, ഇലക്ട്രോണിക് രേഖകളുടെ വ്യാജം ഉണ്ടാക്കുക, വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക, ഇതെല്ലാം സൈബർ കുറ്റകൃത്യത്തിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്ന വർഷം ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. 2000 ഈ ആക്ട് പ്രകാരം താഴെ തന്നിട്ടുള്ളവയിൽ നിലവിലുള്ള ഏത് നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത്? ഏതിലാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, IT ആക്ട് 2000 പ്രകാരം ഏതൊക്കെ ആക്ടിലാണ് ഭേദഗതി, അമെൻമെന്റ് ഉണ്ടാക്കിയത്? ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ തെളിവ് നിയമം, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്. ഈ നിയമങ്ങളിലെല്ലാം അമെൻഡ് ചെയ്തുകൊണ്ടാണ് IT ആക്ട് 2000 നിലവിൽ വന്നത്. ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന സംഭവങ്ങൾ ശരിയായ അംഗീകാരമില്ലാതെ സ്വന്തമായി പകർത്തുന്നതിനെ എന്ത് വിളിക്കും? അതിനെ എന്ത് പറയും? ഇന്റർനെറ്റ് പ്ലഗേറിയസം എന്ന് പറയും. പ്ലഗേറിയസം. അപ്പൊ എന്താണ് ഇന്റർനെറ്റ് പ്ലഗേറിയസം എന്ന് പറഞ്ഞാല്? ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന സംഭവങ്ങൾ ശരിയായ അംഗീകാരം ഇല്ലാതെ സ്വന്തമായി പകർത്തി വീണ്ടും, അതായത് വേറൊരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വിടും, നമ്മൾ നോക്കും, നമ്മളും അത് ഷെയർ ചെയ്യും അല്ലെ. ഇതിനെ എന്ത് പറയും? ഇന്റർനെറ്റ് പ്ലഗേറിയസം എന്ന് പറയും. ഇനി പറയുന്നവയിൽ ഏതാണ് സൈബർ കുറ്റകൃത്യത്തിന് കീഴിൽ വരുന്നത്? ഇതില് പറയുന്നത് സൈബർ കുറ്റകൃത്യത്തിന് എക്സാമ്പിൾ ബൗദ്ധിക സ്വത്തവകാശ കുറ്റം, അശ്ലീലം, ഓൺലൈൻ ചൂതാട്ടം, ഇതെല്ലാം സൈബർ കുറ്റകൃത്യത്തിന് എക്സാമ്പിൾസ് ആണ്. 2008 IT ഭേദഗതി നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഉറവിട രേഖകളിൽ കൃത്രിമം കാണിക്കുന്നതിന്
പിഴ എത്ര രൂപ വരെ ലഭിക്കാം? 2 ലക്ഷം രൂപ വരെയാണ് കേട്ടോ. അപ്പോൾ IT ആക്ട് 2008 പ്രകാരം കമ്പ്യൂട്ടർ ഉറവിട രേഖകളിൽ കൃത്രിമം കാണിക്കുന്നതിന് എന്ത് പറയാം? അതിന് എത്ര രൂപ വരെ പിഴ ലഭിക്കും? 2 ലക്ഷം രൂപ വരെ. ഇനി പറയുന്നതിൽ ഏതാണ് ഒരു വ്യക്തിക്കെതിരായ സൈബർ കുറ്റകൃത്യം? ഒരു വ്യക്തിക്കെതിരായ സൈബർ കുറ്റകൃത്യത്തിന് എക്സാമ്പിൾ ഇമെയിൽ തട്ടിപ്പ്, സൈബർ അപകീർത്തിപ്പെടുത്തൽ, സൈബർ സ്റ്റോക്കിംഗ്. ഇതെല്ലാം ഒരു വ്യക്തിക്കെതിരായ സൈബർ കുറ്റകൃത്യത്തിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കിയേ, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എന്നാണ്? 2009 കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് 2009. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചതാണെങ്കിലോ ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ തൊഴിലുടമയെ കുറിച്ച് അപകീർത്തിപരമായ പരാമർശങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് എന്ത് പറയും? സൈബർ അപകീർത്തിപ്പെടുത്തൽ എന്ന് പറയും. എന്താണ് സൈബർ അപകീർത്തിപ്പെടുത്തൽ? ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ തൊഴിലുടമയെ കുറിച്ച് അപകീർത്തിപരമായ പരാമർശങ്ങൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സൈബർ അപകീർത്തിപ്പെടുത്തൽ. IT ആക്ട് 2000 അംഗീകാരം നൽകിയ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണനാണ്. KR നാരായണനാണ് IT ആക്ട് 2000 അംഗീകാരം നൽകിയത്. സൈബർ കുറ്റകൃത്യങ്ങളെ നമുക്ക് എങ്ങനെ നിർവചിക്കാം? ഓൺലൈനിൽ ചെയ്യുന്ന കുറ്റകൃത്യമാണ് സൈബർ കുറ്റകൃത്യം, അല്ലെ? ഓൺലൈനിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സൈബർ നിയമങ്ങളിൽ ഏത് ലിസ്റ്റിൽ പെടും? അവശിഷ്ട അധികാരങ്ങളിലാണ് പെടുന്നത് കേട്ടോ. സൈബർ നിയമങ്ങൾ നമുക്കറിയാം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, പിന്നെ റെസിഡ്യൂറി പവേഴ്സ് അല്ലെങ്കിൽ അവശിഷ്ട അധികാരം എന്ന് പറയും. ഇപ്പൊ സൈബർ നിയമങ്ങൾ ഇതിൽ ഉൾപ്പെടും, അവശിഷ്ട അധികാരങ്ങളിൽ ഉൾപ്പെടും. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസിന്റെ ആസ്ഥാനം എവിടെയാണ്? പൂനെയിലാണ് ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസിന്റെ ആസ്ഥാനം. ലൈംഗിക വിഷയത്തിന്റെ വ്യക്തമായ ചിത്രീകരണത്തെ എന്ത് പറയും? പോർണോഗ്രഫി എന്ന് പറയും. നെക്സ്റ്റ്, ഇനി പറയുന്നവയിൽ ഒരു സൈബർ കുറ്റകൃത്യത്തിന് എക്സാമ്പിൾ ഏതാണ്? ഹാക്കിംഗ്, വൈറസ് ആക്രമണം, ഇവയൊക്കെ ഇത് രണ്ടും എന്താണ്? സൈബർ കുറ്റകൃത്യത്തിന് എക്സാമ്പിൾ ആണ്. സൈബർ നിയമ പദാവലിയിൽ DOS എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? ഡെനിയൽ ഓഫ് സർവീസ് എന്നാണ്. ഡെനിയൽ ഓഫ് സർവീസ് എന്നാണ് സൈബർ കുറ്റകൃത്യ പദാവലിയിൽ DOS എന്ന് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ സേവനം നിഷേധിക്കൽ എന്നുള്ളതാണ്. മറ്റ് പ്രോഗ്രാമുകളെ ബാധിക്കാനും അതിന്റെ പകർപ്പുകൾ നിർമ്മിക്കാനും മറ്റ് പ്രോഗ്രാമുകളിലേക്ക് വ്യാപിക്കാനും കഴിവുള്ള പ്രോഗ്രാമിനെ എന്ത് പറയും? വൈറസ് എന്ന് പറയും. നമുക്കറിയാം, മറ്റ് പ്രോഗ്രാമുകളിലോട്ടൊക്കെ വൈറസ് വ്യാപിക്കാൻ പറ്റും. അപ്പോൾ മറ്റ് പ്രോഗ്രാമുകളെ ബാധിക്കാനും അതിന്റെ പകർപ്പുകൾ നിർമ്മിക്കാനും മറ്റ് പ്രോഗ്രാമുകളിലേക്ക് വ്യാപിക്കാനും കഴിവുള്ള ഒരു പ്രോഗ്രാമാണ് വൈറസ്. ഒരു പ്രോഗ്രാമാണ്. ഒരു വ്യക്തിയെയോ ഒരു കൂട്ടം വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെയോ വേട്ടയാടുന്നതിനോ ഉപദ്രവിക്കുന്നതിനോ ഉള്ള ഇന്റർനെറ്റ് അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് എന്ത് പറയും? സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയും. ഇപ്പൊ സൈബർ സ്റ്റോക്കിംഗ് എന്താണ്? ഒരു വ്യക്തിയെയോ ഒരു കൂട്ടം വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെയോ വേട്ടയാടുന്നതിനോ ഉപദ്രവിക്കുന്നതിനോ ഉള്ള ഇന്റർനെറ്റ് അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഡാഷ് എന്നത് ഇന്റർനെറ്റ് കമ്മ്യൂണിറ്റിക്ക് സുരക്ഷിതത്വവും ഉത്തരവാദിത്വമുള്ള പെരുമാറ്റ ചട്ടത്തെ സൂചിപ്പിക്കുന്ന എന്താണ്? സൈബർ എത്തിക്സ്. എന്താണ് സൈബർ എത്തിക്സ് എന്ന് പറഞ്ഞാൽ? ഇന്റർനെറ്റ് കമ്മ്യൂണിറ്റിക്ക് സുരക്ഷിതത്വവും ഉത്തരവാദിത്വമുള്ള പെരുമാറ്റ ചട്ടത്തെയാണ് സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. ലോഗിൻ ഐഡിയിലേക്കും പാസ്വേഡിലേക്കും ആക്സസ് നേടിക്കൊണ്ട് ഇരയുടെ ഇന്റർനെറ്റ് സർഫിംഗ് സമയം മറ്റൊരാൾ ഉപയോഗിക്കുന്ന ഒരു മോഷണത്തിന് എന്ത് പറയും? ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്ന് പറയും. ഇന്റർനെറ്റ് ടൈം തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗിൻ ഐഡിയിലേക്കും പാസ്വേഡിലേക്കും ആക്സസ് നേടിക്കൊണ്ട് ഇരയുടെ ഇന്റർനെറ്റ് സർഫിംഗ് സമയം മറ്റൊരാൾ ഉപയോഗിക്കുന്ന മോഷണം ഇന്റർനെറ്റ് ടൈം തെഫ്റ്റിംഗ് എന്ന് പറയും. ഇനി പറയുന്നവയിൽ ഏതാണ് വ്യക്തിക്കെതിരായ സൈബർ കുറ്റകൃത്യം? ഇമെയിൽ സ്പൂഫിംഗ്, ഇമെയിൽ ഡിഫമേഷൻ, സൈബർ സ്റ്റോക്കിംഗ്, ഇതെല്ലാം ഒരു വ്യക്തിക്കെതിരായ സൈബർ കുറ്റകൃത്യത്തിന് എക്സാമ്പിൾസ് ആണ്. കമ്പ്യൂട്ടറുകളെ ഹാക്കർമാരിൽ നിന്ന് സുരക്ഷിതമാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളെ എന്ത് പറയും? ഫയർവാൾസ് എന്ന് പറയും. നമ്മൾ ഫയർവാൾ സെറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പൊ എന്താണ് ഫയർവാൾസ് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടറുകളെ ഹാക്കർമാരിൽ നിന്ന് സുരക്ഷിതമാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളെ ഫയർവാൾസ് എന്ന് പറയും. നെക്സ്റ്റ് ഇന്റർനെറ്റ് പോണോഗ്രഫിയുടെ നിർബന്ധിത ഉപയോഗം എന്ത് പറയും? ഇന്റർനെറ്റ് പോണോഗ്രഫിയുടെ നിർബന്ധിത ഉപയോഗത്തിനെയാണ് സൈബർ സെക്സ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോഗ്രഫി
എന്നത് എന്തിനായി ഉപയോഗിക്കുന്നു? ക്രിപ്റ്റോഗ്രഫി സ്വകാര്യത, സുരക്ഷ, പകർപ്പവകാശ ഉദ്ദേശം ഇവയെല്ലാം ഉദ്ദേശിക്കുന്നതാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ. ഇനി പറയുന്നവയിൽ ഏതാണ് കമ്പ്യൂട്ടറിന് ഹാനികരമല്ലാത്തത്? കമ്പ്യൂട്ടറിന് ഹാനികരമല്ലാത്ത ഏതാണ്? കുക്കീസ് എന്ന് പറയും. നമ്മൾ ചില വെബ്സൈറ്റ് എടുക്കുന്നത് ഓപ്പൺ ആയും അതിന്റെ മൊത്തം ഫംഗ്ഷനും വരില്ല. അപ്പൊ എന്താ പറയും? കുക്കീസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വരും നമുക്ക്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറിന് ഹാനികരമല്ലാത്തത് എന്താണ്? ഇതില് കുക്കീസ് ആണ്. ബാക്കി സ്പൈവെയർ, വൈറസ്, ആന്റിവൈറസ് ഒക്കെ ഹാനികരമായിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഓക്കെ, ക്രിപ്റ്റോഗ്രഫി എന്നത് ഡാഷിന്റെ പരിശീലനവും പഠനവുമാണ്. ഓക്കെ, വിവരങ്ങൾ മറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ആൻസർ. സോഫ്റ്റ്വെയർ പകർപ്പുകൾ വ്യാജമായി വിതരണം ചെയ്യുന്നതും വിൽക്കുന്നതിന് എന്തറിയപ്പെടുന്നുണ്ട്? കൗണ്ടർ ഫെൽറ്റിംഗ് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് വ്യാജ സോഫ്റ്റ്വെയർ ഒക്കെ അല്ലേ, അംഗീകാരം ഇല്ലാത്ത സോഫ്റ്റ്വെയർ ഒക്കെ വേർഡ് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ പകർപ്പുകൾ വ്യാജമായി വിതരണം ചെയ്യുന്നത് വിൽക്കുന്നതിന് എന്ത് പറയും? കൗണ്ടർ ഫെൽറ്റിംഗ് എന്ന് പറയും. IT നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 2000-ലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. IT നിയമത്തിലുള്ള ടോട്ടൽ അധ്യായങ്ങളുടെ എണ്ണം 14 ആണ്. 14 അധ്യായങ്ങളുണ്ട്. IT നിയമത്തിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പറയുന്ന ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 5-ലാണ് കേട്ടോ. സെക്ഷൻ 5-ലാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പറയുന്നത്. ഇനി IT നിയമത്തിൽ ഹാക്കിങ്ങിനെ കുറിച്ച് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 66-ലാണ് കേട്ടോ. 66-ലാണ് ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഹാക്കിംഗ് ചെയ്ത ആൾക്ക് എത്ര വർഷം തടവാണ് ലഭിക്കുന്നത്? 2 വർഷമാണ്. അപ്പോൾ IT നിയമത്തിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 5-ലും സെക്ഷൻ 66-ലാണ് ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഇനി ഓൺലൈൻ ചീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? ഓൺലൈൻ ചീറ്റിംഗ് 66D ആണ്. അപ്പോൾ 5 ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ചും ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്ന 66-ലും 66Dയിലാണെങ്കിലോ ഓൺലൈൻ ചീറ്റിങ്ങിനെ കുറിച്ചും പറയുന്നു. IT നിയമത്തിൽ സൈബർ ടെററിസത്തിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66F ആണ്. അടുത്ത് IT നിയമത്തിൽ അശ്ലീലത്തിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 67 ആണ്. പോർണോഗ്രാഫിയെ കുറിച്ച് IT നിയമത്തിലെ ഏത് സെക്ഷനിലാണ് പറയുന്നത്? 67A-യിലാണ് പോർണോഗ്രാഫിയെ കുറിച്ച് പറയുന്നത്. ചൈൽഡ് പോർണോഗ്രാഫിയെ കുറിച്ച് IT നിയമത്തിലെ ഏത് സെക്ഷനിലാണ് പറയുന്നത്? 67B-യിലാണ് ചൈൽഡ് പോർണോഗ്രാഫിയെ കുറിച്ച് പറയുന്നത്. ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് എന്ത് പറയും? ഹാക്കിംഗ് എന്ന് പറയും. ഓക്കെ, ഹാക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉടമസ്ഥന്റെ അനുവാദം ഇല്ലാതെ എടുക്കുന്നതിനാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പാസ്വേഡ് ഹാക്ക് ചെയ്ത് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതിനെ പറയുന്നത് എന്താണ്? വെബ് ജാക്കിംഗ് ആണ് കേട്ടോ. അപ്പൊ അനുവാദം ഇല്ലാതെ ഉപയോഗിക്കുന്ന ഹാക്കിങ്ങും പാസ്വേഡ് ഹാക്ക് ചെയ്തുകൊണ്ട് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതിനെ എന്ത് പറയും? വെബ് ജാക്കിംഗ് എന്ന് പറയും. ക്രിമിനൽ നേട്ടത്തിന് വേണ്ടി ഹാക്ക് ചെയ്യുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? ക്രാക്കിംഗ് എന്ന് പറയും. ഓക്കെ, ക്രിമിനൽ നേട്ടത്തിന് വേണ്ടി ഹാക്ക് ചെയ്യുന്നതിനെ ക്രാക്കിംഗ് എന്ന് പറയും. തെറ്റായ ഇമെയിൽ മെസ്സേജ് എന്നിവ അയച്ച് പറ്റിക്കുന്നതിന് എന്ത് പറയും? ഫിഷിംഗ് എന്ന് പറയും കേട്ടോ. ഫിഷിംഗ് എന്ന് പറയും. ഒറിജിനൽ ഇമെയിലിനോട് സാമ്യമുള്ള രീതിയിൽ ഇമെയിൽ അയച്ചു പറ്റിക്കുന്നതിന് എന്ത് പറയും? സ്പൂഫിംഗ് എന്ന് പറയും. സ്പൂഫിംഗ്. ഓക്കെ, ഒറിജിനൽ ഇമെയിലിനോട് സാമ്യമുള്ള, നമുക്ക് ഇപ്പൊ RBIയിലാണ്, ഓക്കെ, പിന്നെ എന്താണ്, ടെലികോം റെഗുലേറ്ററിയിൽ നിന്നാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇമെയിലുകൾ നമുക്ക് വരും. ഓക്കെ, അങ്ങനെ അയച്ചു പറ്റിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? സ്പൂഫിംഗ് എന്ന് പറയും. ഉറവിടം വ്യക്തമാക്കാതെ അയക്കുന്ന മെസ്സേജുകൾ എന്ത് പറയും? സ്പാമിംഗ് എന്ന് പറയും അല്ലേ. ഉറവിടം വ്യക്തമായിട്ടുണ്ടാവില്ല ഇങ്ങനെ അയക്കുന്നതിന് സ്പാം മെസ്സേജസ് എന്ന് പറയും. അനുവാദമില്ലാതെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന് എന്ത് പറയും? സോഫ്റ്റ്വെയർ ക്രാക്കിംഗ് എന്ന് പറയും കേട്ടോ. സോഫ്റ്റ്വെയർ ക്രാക്കിംഗ്. അനുവാദമില്ലാതെ ഒരു സോഫ്റ്റ്വെയറിനെ കോപ്പി ചെയ്യുകയോ റീപ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നതിന് എന്ത് പറയും? സോഫ്റ്റ്വെയർ പിറസി എന്ന് പറയും. പിറസി എന്ന് പറഞ്ഞാൽ മോഷണം. ഒരു സ്ഥാപനത്തിന്റെ സൽപ്പേരിനെ ബാധിക്കുന്ന തരത്തിൽ തെറ്റായ മെസ്സേജ് അയക്കുന്നതിന് എന്ത് പറയും? സൈബർ ഡിഫാമേഷൻ എന്ന് പറയും. സൈബർ ഡിഫാമേഷൻ. രഹസ്യമായി സൂക്ഷിക്കുന്ന ഡേറ്റ മോഷ്ടിക്കുന്നതിന് എന്ത് പറയും? സൈബർ എക്സ്പൊണേജ് എന്ന് പറയും. രഹസ്യമായി സൂക്ഷിക്കുന്ന ഡേറ്റ മോഷ്ടിക്കുന്നതിന് സൈബർ എക്സ്പൊണേജ് എന്ന് പറയും. ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഭാഗങ്ങളെ മോഷ്ടിക്കുന്നതിന് എന്ത് പറയും? സൈബർ വാൻഡലിസം എന്ന് പറയും. എന്താണ് സൈബർ വാൻഡലിസം? ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഭാഗങ്ങളെ മോഷ്ടിക്കുന്നതിനെ സൈബർ വാൻഡലിസം എന്ന് പറയും. ഫിഷിംഗ്, ഹാക്കിംഗ്, ക്രാക്കിംഗ് ഇവയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതെല്ലാം സൈബർ ക്രൈം ആണ് അല്ലെ. ഓരോന്നും എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക്, പിന്നെ എന്താണ് നമ്മുടെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ഈ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ 250 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.